ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെയൊക്കെ ദൈവങ്ങളായിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ദൈവം അതിസ്വാഭാവികമായിട്ട് ഇസ്രായേൽ ജനതയിലൂടെ അല്ലെങ്കിൽ അബ്രാഹത്തിലൂടെ തുടർന്ന് ഇസ്രായേൽ ജനതയിലൂടെ തന്നെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ആ ദൈവിക വെളിപാടുകൾ നൽകുന്ന അവസരത്തില് പ്രാചീന ജനത എന്താ ചെയ്തിരുന്നത്? വസ്തുക്കളെയൊക്കെ ദൈവങ്ങളായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുക. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ ദൈവങ്ങളായിട്ട് കരുതിയിരുന്ന കാലമാണ്. ആ ജനതയുടെ ഇടയിലാണ് അതിസ്വാഭാവികമായിട്ട് ദൈവിക വെളിപാടുണ്ടാകുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് പഠിപ്പിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങളിപ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒന്നും ദൈവങ്ങളല്ല. അതൊക്കെ ദൈവത്തിന്റെ സൃഷ്ടി മാത്രമാണ്. ഇതിനെല്ലാം സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് എന്നുള്ള ദൈവജ്ഞാനം, ദൈവിക അറിവാണ് ഇസ്രായേലിലൂടെ മനുഷ്യകുലത്തിന് ദൈവം കൊടുക്കുന്നത്. ഈ കാണുന്ന ശക്തികളില്ല. അതുകൊണ്ടാണ് എല്ലാ ശക്തികളെയും സൃഷ്ടിക്കുന്ന, എല്ലാത്തിനെയും സൃഷ്ടിച്ചപ്പം സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച് ക്രമപ്പെടുത്തി അവയ്ക്ക് ദൈവം അധികാരം കൊടുത്തെന്നാ പറഞ്ഞത്, രാത്രിയും പകലും നിശ്ചയിക്കാനായിട്ട്. എന്ന് പറഞ്ഞാൽ അവയ്ക്ക് അധികാരമുണ്ട്, അവയെ പ്രവർത്തിക്കുന്നുണ്ട്, അവയ്ക്ക് ശക്തിയുണ്ട്. പക്ഷെ ആ ശക്തിയും കൊടുത്ത ഒരുവനാണ് എല്ലാത്തിന്റെയും ഉടയവനായ ദൈവം. അങ്ങനെ എല്ലാത്തിന്റെയും ഉടയവനായ ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ആ ഒരു കാര്യം പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥകർത്താവിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും മറ്റ് ശക്തികളെയും മനുഷ്യകുലത്തിലെ എല്ലാ മനുഷ്യകുലത്തെയും സൃഷ്ടിക്കുന്ന ദൈവത്തെ അവതരിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുന്നത്. 1-2 അധ്യായത്തിൽ അങ്ങനെ സൃഷ്ടി ക്രമേണ അതിന്റെ പൂർണ്ണതയിലേക്ക് വരുന്ന കാര്യമാണ് പറയുന്നത്. 6 ദിവസത്തെ സൃഷ്ടീകരണവും 7-ാം ദിവസം അതിന്റെ പൂർത്തീകരണം, വിശ്രമം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ആ 24 മണിക്കൂറിന്റെ ദിവസങ്ങൾ എന്ന രീതിയിലാണ് ഗ്രന്ഥകർത്താവ് അതിനെ അവതരിപ്പിക്കുന്നത്, എഴുതിയിരിക്കുന്നത്. പക്ഷെ അതിന്റെ അർത്ഥം 24x7 അല്ലെങ്കിൽ 6 ഇത്രയും സമയം കൊണ്ട് ദൈവം എല്ലാം സൃഷ്ടിച്ച് ക്രമപ്പെടുത്തി എന്ന് പഠിപ്പിക്കാനല്ല. മറിച്ച് സൃഷ്ടി മുഴുവൻ ദൈവത്തിൻ്റെതാണെന്നും ദൈവമാണ് സൃഷ്ടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും സൃഷ്ടി ക്രമേണ അതിന്റെ പൂർണ്ണതയിലേക്ക് വന്നതാണെന്ന് പഠിപ്പിക്കുക. സൃഷ്ടി ക്രമേണ അതിന്റെ പൂർണ്ണതയിലേക്ക് വന്നതാണ്. അതുകൊണ്ടാണ് 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം എന്ന് പറഞ്ഞ് ഈ ദിവസങ്ങൾ എണ്ണിയിരിക്കുന്നത്. അത് ക്രമേണ പൂർണ്ണതയിലേക്ക് വന്നു എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല എങ്കിൽ നമ്മൾ 24 മണിക്കൂറിന്റെ ദിവസങ്ങൾ എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അങ്ങനെ വ്യാഖ്യാനിക്കും വരുന്നത് 1, 2, 3 ദിവസം കഴിഞ്ഞിട്ടാണ് സൂര്യനെ സൃഷ്ടിക്കുന്ന കാര്യം പറയുന്നത്. 3-ാം ദിവസം സൂര്യനെ സൃഷ്ടിച്ചെന്നാണ് പറയുന്നത്. അപ്പം 3-ാം ദിവസം ആണ് സൂര്യനും. അതുകൊണ്ട് സൂര്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ സൃഷ്ടിയെ കുറിച്ചുള്ള വിവരണം വരുമ്പോൾ ഇതൊരു സൃഷ്ടിയെ കുറിച്ചുള്ള ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള വിവരണം തരികയല്ല, ദൈവശാസ്ത്രപരമായിട്ട് സൃഷ്ടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ആരാണ്? ദൈവമാണ്. എല്ലാറ്റിനെയും സൃഷ്ടിച്ച് ക്രമപ്പെടുത്തുന്ന ദൈവമാണ്. അത് ക്രമേണ സൃഷ്ടി അതിന്റെ പൂർണ്ണതയിലേക്ക് വരുന്നതാണ്. സൃഷ്ടിയിൽ തന്നെ പല ഗ്രഡേഷൻ ഉണ്ട്. പ്രപഞ്ച ശക്തികൾ, അജൈവങ്ങളായ വസ്തുക്കളുണ്ട്, ജീവജാലങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, അതുപോലെ തന്നെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനുണ്ട്. അപ്പോൾ ഈ സൃഷ്ടി തന്നെ ഒരു ഗ്രഡേഷൻ ആണെന്നും ക്രമേണ അത് അതിന്റെ പൂർണ്ണതയിലേക്ക് വന്നതാണ് എന്നുള്ള കാര്യമാണ് കാണുന്നത്. പക്ഷെ ആ സൃഷ്ടിയുടെ പൂർണ്ണതയിലേക്കുള്ള പ്രയാണത്തില് എപ്പോഴും പ്രവർത്തിക്കുന്നത് ആരാണ്? ദൈവത്തിന്റെ കരങ്ങളാണ്. ദൈവമായ കർത്താവാണ് എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നതും ഓരോ ഇനങ്ങളെയും വേറിട്ട് സൃഷ്ടിക്കുന്നതും ദൈവമായ കർത്താവിന്റെ പ്രവൃത്തിയാണ്. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥ കർത്താവിന് നമ്മോട് പറഞ്ഞു തരാനുള്ളത്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ഒരേ ഒരു ദൈവമാണ്. എല്ലാ മനുഷ്യകുലത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരേ ഒരു ദൈവമാണ്. ആ ദൈവം ഈ പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളെക്കാൾ വലിയവനാണ്, എല്ലാത്തിന്റെയും ഉപരിയാണ് എന്നുള്ള ദൈവജ്ഞാനം ഇസ്രായേൽ ജനത്തിന് ലഭിച്ചത് ഇസ്രായേല് പങ്കുവെച്ച് തരുന്നതാണ് നമുക്ക് ഈ ആദ്യത്തെ 1-2 അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ സൃഷ്ടികരണം 7 ദിവസം എന്ന് പറയും. അപ്പൊ 7 ദിവസം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് 7 ദിവസം കൊണ്ട് വിവരിച്ചത്? വേണമെങ്കിൽ 10 ദിവസം എന്ന് വെക്കാൻ വരെ, അല്ലെ 5 ദിവസം എന്ന് വെക്കാൻ വരായിരുന്നു. 7 എന്തുകൊണ്ട് വെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 പൂർണ്ണതയുടെ അടയാളമാണെന്ന് പറയും. എന്തുകൊണ്ട് 7 പൂർണ്ണതയുടെ അടയാളമാവുന്നത്? ദൈവം 7 ദിവസം കൊണ്ട് സൃഷ്ടിച്ചതുകൊണ്ടാണെന്ന് ചിലപ്പം ചിലർ പറയും. ശരിയാ, ദൈവം 7 ദിവസം കൊണ്ട് സൃഷ്ടിച്ചതുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് പിന്നീട് 7 പൂർണ്ണതയുടെ അടയാളമായിട്ട് കാണുന്നുണ്ട്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥകർത്താവ് ഈ സൃഷ്ടി 7 ദിവസം കൊണ്ട് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് പിന്നിലുള്ള ലോജിക്ക് എന്താ? അത് 7 പൂർണ്ണതയുടെ അടയാളമായിരുന്നുകൊണ്ടാണ്. ശരിയാണ്. എന്തെങ്ങനെയാണ് 7 പൂർണ്ണതയുടെ അടയാളമാകുന്നത്? പ്രാചീന കാലഘട്ടത്തില് വിശുദ്ധ ഗ്രന്ഥം എഴുതുന്ന പശ്ചാത്തലത്തില് എന്താണ് അവരുടെ അടിസ്ഥാന കലണ്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചന്ദ്രനെ നോക്കിയുള്ള ചന്ദ്രമാസത്തിന്റെ കലണ്ടറാണ്. അപ്പോൾ 28 ദിവസമാണ് ഒരു മാസത്തില്. അതിനെ പകുതി വരുമ്പോഴാണ് അമാവാസിയും പൂർണ്ണചന്ദ്രനും ഒക്കെ വരുന്നത്. അങ്ങനെ 14 ദിവസം പകുതിയാകുമ്പോൾ അതിനെ പകുതിയാകുമ്പോൾ 7 ആണ്. 7നെ വീണ്ടും പകുതിയാക്കിയ 3.5 ആണ്. 3.5 പൂർണ്ണമല്ല. അപ്പോൾ ഒരു മാസത്തെ
ചന്ദ്രനെ നോക്കി ഒരു മാസത്തെ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ ഏറ്റവും ചെറിയ പൂർണ്ണസംഖ്യ 7 ആയിരുന്നു. അതുകൊണ്ടാണ് 7 പൂർണ്ണസംഖ്യയാവുകയും ഒരാഴ്ചയിൽ 7 ദിവസങ്ങൾ വരികയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ 7നെ പൂർണ്ണസംഖ്യ ആയതുകൊണ്ട് 7 ദിവസം കൊണ്ടുള്ള സൃഷ്ടി, 6 ദിവസം സൃഷ്ടിയും 7-ാം ദിവസം പൂർണ്ണതയിൽ വിശ്രമിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന ആ വിധത്തിലാണ്. അങ്ങനെ 1-2 അധ്യായത്തിലെ സൃഷ്ടി വിവരണം പറഞ്ഞു. പിന്നീട് നമ്മൾ കാണുന്നത് 3 തൊട്ട് 11 വരെയുള്ള അധ്യായങ്ങളിൽ 4 സംഭവങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. 4 സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ആദിപാപം, മനുഷ്യകുലത്തിന്റെ പാപം, ആദിപാപം ഒന്നാന്ന് പറയും. രണ്ടാമത് കാണുന്നത് കായേന്റെയും ആബേലിന്റെയും പാവമാണ്. മൂന്നാമത് വെള്ളപ്പൊക്കത്തിന്റെ വിവരണം. നാലാമത് ആബേൽ ടവർ. അങ്ങനെ 4 സംഭവങ്ങൾ ആണ് പ്രധാനമായിട്ടും ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത്. 3 തൊട്ട് 11 വരെ അധ്യായങ്ങൾ. ഈ 4 സംഭവങ്ങളുടെ ഇടയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. 4 സംഭവങ്ങള് പ്രധാനമായിട്ടും വിശുദ്ധ കർത്താവ് വിവരിക്കുന്നു. ആ 4 സംഭവങ്ങൾ വിവരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ നിങ്ങള് 3-ാം അധ്യായം ആദിഭാവം പറയും. അതിനുശേഷം 4-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വായിച്ചേ. 3-ാം അധ്യായം 4:1. ആദം തന്റെ ഭാര്യയായ ഹവ്വായോട് ചേർന്ന് അവൾ ഗർഭം ധരിച്ചു, കായനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, കർത്താവ് കടാക്ഷിച്ച് എനിക്ക് പുത്രനെ ലഭിച്ചിരിക്കുന്നു. ഒരു തലമുറ വളരുന്ന കാര്യമാണ് പറയുന്നത് അല്ലെ. കായേനും ആബേനും ആദവും ഇവാളും അതിന് പുതിയ തലമുറ ഉണ്ടാകുന്ന കാര്യം. അപ്പൊ ആദിഭാവം കഴിഞ്ഞ് പുതിയ തലമുറ ഉണ്ടാകുന്നത്. അതിനുശേഷം കായേന്റെയും ആബേലിന്റെയും സംഭവം കഴിഞ്ഞിട്ട് 4-ാം അധ്യായത്തിന്റെ അവസാനവും 5-ാം അധ്യായത്തിലും കാണുന്നത് വംശാവലിയ, തലമുറ വളരുന്ന കാര്യമാണ് പറയുന്നത്, മനുഷ്യകുലം വളരുന്ന കാര്യമാണ് പറയുന്നത്. 4-ാം അധ്യായം അവസാനവും 5-ാം അധ്യായത്തിലും. അതിനുശേഷം 6 തൊട്ട് 9 വരെയുള്ള അധ്യായങ്ങളിൽ വെള്ളപ്പൊക്കത്തിന്റെ കാര്യം പറയും. 9-ാം അധ്യായത്തിന്റെ അവസാനവും 10-ാം അധ്യായത്തിലും വെള്ളപ്പൊക്കത്തിന് ശേഷം മനുഷ്യകുലം വളരുന്ന കാര്യം പറയും, വംശാവലി പറയും. അതിനുശേഷം 11-ാം അധ്യായത്തിൽ വീണ്ടും ബാബേൽ ഗോപുരത്തിന്റെ കാര്യം പറയും. 11-ാം അധ്യായത്തിന്റെ അവസാനം വീണ്ടും വംശാവലി പറഞ്ഞിട്ട് ആ വംശത്തിൽ നിന്നാണ് അബ്രാഹത്തെ തെരഞ്ഞെടുക്കുന്ന കാര്യം പറയുന്നത്. അപ്പോൾ വിസ്തരന്റെ കർത്താവ് 3 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ 4 സംഭവങ്ങൾ വിവരിക്കുന്നത് ചരിത്രത്തിലെ ഒരു റിപ്പോർട്ടിംഗ് അല്ല, മറിച്ച് ദൈവ മനുഷ്യ ബന്ധത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യകുലം മുന്നോട്ട് വളർന്നതനുസരിച്ച് ദൈവ മനുഷ്യ ബന്ധം എപ്രകാരമായിരുന്നുവെന്ന് മനുഷ്യനെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വിശുദ്ധ ഗ്രന്ഥകർത്താവ് വിവരിക്കുന്നതാണ് ഈ 4 സംഭവങ്ങളും. ആദിഭാവവും ആട്ടെ, കായന്റെയും അമ്മന്റെയും സംഭവമാകട്ടെ, വെള്ളപ്പൊക്കത്തിന്റെ കഥയാകട്ടെ, അല്ലെങ്കിൽ ബാബേൽ ടവർ. ഈ 4 സംഭവങ്ങള് ഇതിന് ചരിത്ര പശ്ചാത്തലത്തിലുള്ള കാര്യം തന്നെയാണ്. കാരണം ആദിഭാവം നടന്നിട്ടുള്ളതാണ്, മനുഷ്യരുടെ ഇടയിൽ കൊലപാതകവും നിറവേറിയിട്ടുള്ളതാണ്, വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അപ്പം ടവറുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ചരിത്രത്തിൽ നടന്നിട്ടുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെയാണ്. ആ ചരിത്ര യാഥാർത്ഥ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു വിവരണം നൽകുകയാണ്. എന്തിനാണ് ഈ ഗ്രന്ഥകർത്താവിന്റെ വിവരണത്തിന്റെ പ്രധാന ലക്ഷ്യം? ചരിത്രം നമ്മോട് പറഞ്ഞു തരികയല്ല, മറിച്ച് ഈ ചരിത്രത്തിന്റെ വളർച്ചയിൽ ദൈവ മനുഷ്യ ബന്ധം എപ്രകാരമായിരുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഗ്രന്ഥകർത്താവിന്റെ ലക്ഷ്യം. ദൈവ മനുഷ്യ ബന്ധം എപ്രകാരമായിരുന്നു എന്ന്. അത് 4 കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ സംഭവങ്ങളെല്ലാം കാണാം. ആദ്യ മാതാപിതാക്കന്മാരുടെ പാപത്തിലാണെങ്കിലും, കായേന്റെയും ആബേലിന്റെയും സംഭവമാണെങ്കിലും, വെള്ളപ്പൊക്കത്തിന്റെ വിവരണമാണെങ്കിലും, ബാബേൽ ടവർ, 4 കാര്യം. ഒന്ന് പാപം. കാരണം 1-2 അധ്യായത്തിൽ നമ്മൾ കണ്ടു ദൈവമായ കർത്താവ് എല്ലാം സൃഷ്ടിച്ച് ക്രമപ്പെടുത്തിയിട്ട് എല്ലാം നല്ലതാണെന്നാണ് പറഞ്ഞത്. എല്ലാം നല്ലതാണെന്ന് പറഞ്ഞിരുന്നു, എല്ലാം ക്രമപ്പെടുത്തി. അങ്ങനെ എല്ലാം ക്രമപ്പെടുത്തിയെടുത്ത് അക്രമം ഉണ്ടാക്കുന്നതാണ് പാപം. അതാണ് 3-ാം അധ്യായത്തില് പാപം ക്രമരാഹിത്യം ഉണ്ടാകുകയാണ്, പാപം ഉണ്ടാകുകയാണ്. പാപം ചെയ്യുന്ന മനുഷ്യനെ തേടി വരുന്ന ദൈവത്തെ നമുക്ക് കാണാം. ആദം ഹവ്വായും പാപം ചെയ്തപ്പോൾ ദൈവം തേടി വരുന്നു, കായേൻ പാപം ചെയ്തപ്പോൾ ദൈവം തേടി വരുന്നു. 6-ാം അധ്യായത്തിൽ മനുഷ്യകുലം പാപത്തിൽ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം തേടി വരുന്ന കാര്യം പറയും. 11-ാം അധ്യായം ബാബേൽ ഗോപുരത്തിന്റെ അവസരത്തിലും ദൈവം തേടി വരും. അങ്ങനെ പാപം ചെയ്യുന്ന മനുഷ്യൻ, പാപിയെ തേടി വരുന്ന ദൈവം അവനുമായിട്ട് ട്രയൽ നടത്തുകയാണ്. അവനുമായിട്ടുള്ള ട്രയൽ എന്ന് പറഞ്ഞാൽ അവനെ വിചാരണ ചെയ്യുന്ന, തെറ്റിന് ശിക്ഷ കൊടുക്കുന്ന ദൈവത്തെയാണ്. അപ്പം പാപം ചെയ്യുന്ന ദൈവം, പാപം ചെയ്യുന്ന മനുഷ്യൻ, പാപിയെ തേടി വരുന്ന ദൈവം അവനെ അവന്റെ തെറ്റ് ബോധ്യപ്പെടുത്തുന്നു, തെറ്റിന് ശിക്ഷ കൊടുക്കുന്നു, പണിഷ്മെന്റ്. എന്നാൽ ശിക്ഷിക്കുന്നത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്, അവന് ശിക്ഷണം കൊടുക്കുക. അതുകൊണ്ട് കാരുണ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പാപം
വിചാരണ, ശിക്ഷ, കാരുണ്യം. അങ്ങനെ 4 ഘടകങ്ങള് ഈ 4 സംഭവത്തിലും കാണും. ആദിമാതാപിതാക്കന്മാരുടെ ഇവൻ സംഭവത്തിലാകട്ടെ, ആയേന്റെയും ആബേലിന്റെ സംഭവത്തിലാകട്ടെ, വെള്ളപ്പൊക്കത്തിന്റെ വിവരണത്തിലാകട്ടെ, ബാബേൽ ടവറിന്റെ വിവരണത്തിൽ, ഈ 4 കാര്യം. അതുകൊണ്ട് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എപ്രകാരമാണ് എന്ന കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രന്ഥകർത്താവ് ഈ വിവരണം നടത്തിയിരിക്കുന്നത്. ഈ 4 സംഭവങ്ങള് അതുകൊണ്ടാണ് 4 സംഭവങ്ങളുടെ ഇടയില് വംശാവലി അവതരിപ്പിച്ചുകൊണ്ട് മനുഷ്യകുലം മുന്നോട്ട് വളരുന്നുവെന്നും ആ മനുഷ്യകുലത്തിന്റെ വളർച്ചയിൽ ഇപ്രകാരം ദൈവത്തിന്റെ ഇടപെടല് ഉണ്ട്. തെറ്റ് ചെയ്യുമ്പോൾ ഇടപെടുന്ന ദൈവമാണ്, തെറ്റിന് ശിക്ഷ കൊടുക്കുന്നവനാണ്, ശിക്ഷ കൊടുത്താലും ചരിത്രത്തെ മുന്നോട്ട് നയിക്കുന്ന ദൈവമാണ്. അങ്ങനെ ചരിത്രം മുന്നോട്ട് പോകുന്നു, ദൈവത്തിന്റെ പ്രവൃത്തിയിലൂടെ ചരിത്രം മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം. അങ്ങനെ മുന്നോട്ട് പോകുന്ന ആ ചരിത്രത്തിൽ നിന്നാണ് അബ്രാഹത്തെ വിളിക്കുന്നത്. അതാണ് 12-ാം അധ്യായത്തിൽ കാണുന്നത്. അപ്പൊ നോഹയുടെ വെള്ളപ്പൊക്കത്തിന് ശേഷവും മനുഷ്യകുലം മുന്നോട്ട് വളർന്നു, ബാബേൽ ടവറിന് ശേഷവും മനുഷ്യകുലം മുന്നോട്ട് വളർന്നു. അങ്ങനെ വളർന്ന മനുഷ്യകുലത്തിൽ നിന്നും ഒരു ജനതയെ തിരഞ്ഞെടുക്കുകയാണ്. എന്തിനു വേണ്ടി? ദൈവം തന്നെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ഒരു ജനതയെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പാണ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രാഹത്തെ വിളിക്കുന്നതിലൂടെ, തുടർന്ന് അബ്രാഹത്തിലൂടെ ഒരു ജനതയെ രൂപപ്പെടുത്തി ആ ജനതയിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നത്. ഇങ്ങനെ 12 വരെയുള്ള അധ്യായങ്ങളില് ദൈവശാസ്ത്രമാണ് ആ വിവരണത്തില് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്കഷന്റെ സമയത്ത് പറയാം. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. 12 തൊട്ട് ഉള്ള അധ്യായങ്ങൾ, 50 വരെയുള്ള അധ്യായങ്ങള് പൂർവ്വപിതാക്കന്മാരുടെ കാലഘട്ടത്തെക്കുറിച്ചുള്ള വിവരണമാണ്. പൂർവ്വപിതാക്കന്മാരുടെ കാലഘട്ടത്തെക്കുറിച്ച് പൂർവ്വപിതാക്കന്മാര് അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, പിന്നെ ജോസഫ്, ഈ 4 പേരെയാണ് പ്രധാനമായിട്ട് വിവരിക്കുന്നത്. അബ്രാഹത്തെ ദൈവം തിരഞ്ഞെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? 12-ാം അധ്യായം 2, 3 വചനത്തിൽ കാണും. അബ്രാഹത്തെ വിളിച്ചിരിക്കുന്നത് അബ്രാഹത്തിന് വേണ്ടിയോ അല്ല ഒരു ജനതയെ വേണ്ടിയല്ല. അബ്രാഹത്തെ വിളിച്ച് അബ്രാഹത്തോട് പറയുന്നത് നിന്നിലൂടെ ലോകം മുഴുവൻ അനുഗ്രഹീതമാകും. അങ്ങനെ ലോകത്തിന് മുഴുവനും സത്യദൈവത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് അബ്രാഹത്തെ വിളിച്ചിരിക്കുന്നത്. അബ്രാഹത്തിലൂടെ നൽകുന്ന വെളിപാട് ലോകത്തിലെ എല്ലാ ജനതകൾക്കും അനുഗ്രഹമാകാൻ വേണ്ടിയിട്ടാണ്. എല്ലാ അതുകൊണ്ട് അബ്രാഹത്തോട് സ്ഥാപിക്കുന്ന ഉടമ്പടി മനുഷ്യകുലത്തിന് മുഴുവൻ വേണ്ടിയിട്ടാണ്, എല്ലാ ജനതകൾക്കും വേണ്ടിയിട്ടാണ്. അങ്ങനെ അബ്രാഹത്തെ വിളിക്കുന്നു. അബ്രാഹവും ഇസ്ഹാക്കും യാക്കോവും യഥാർത്ഥത്തില് നമ്മുടെ മുൻപില് എപ്രകാരം മനുഷ്യൻ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കണം എന്നതിന്റെ പാഠം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അബ്രാഹം വിശ്വാസത്തിന്റെ പിതാവാണ്. അബ്രാഹം. മാതൃകകൾ അബ്രാഹം ദൈവത്തിന്റെ വിളി കേട്ട്, ദൈവവിളി കേട്ട് ദേശവും എല്ലാം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോയിരുന്നു. എങ്കിലും അബ്രാഹം വിശ്വാസത്തിന്റെ പിതാവാണെങ്കിലും വിശ്വാസത്തെ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ച ആളാണ്. ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെട്ട് അബ്രാഹത്തിന് കാനാൻ ദേശത്തേക്ക് വന്ന ഉടനെ ഭയങ്കര പട്ടിണിയാവുകയാണ്. പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ തന്റേതായ പദ്ധതി തയ്യാറാക്കി പോകുന്ന അബ്രാഹത്തെ കാണാം. ഈജിപ്തിലേക്ക് പോകുന്നു. അങ്ങനെ തന്റേതായ പദ്ധതി തയ്യാറാക്കി പോയപ്പോൾ അവിടെ പരാജയങ്ങൾ ഉണ്ടാവുകയാണ്. ഒന്ന് പറയുമെന്നായി നുണ പറയേണ്ടി വരിക, അല്ലെങ്കിൽ നഷ്ടങ്ങൾ വരികയാണ്. അങ്ങനെ വരുമ്പോൾ ദൈവം ഇടപെട്ട് അബ്രാഹത്തെ വീണ്ടെടുക്കുകയാണ്. അപ്പോൾ അബ്രാഹത്തിന്റെ ജീവിതം വിശ്വാസികളുടെ മാതൃകയായിട്ട് നിൽക്കുമ്പോഴും പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ട്, ക്രൈസിസിനെ അഭിമുഖീകരിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ പക്വതയിലേക്ക് വരുന്ന അബ്രാഹത്തെ നമ്മൾ കാണുന്നത്. അബ്രാഹം അവസാനം സ്വന്തം പുത്രനെ പോലും നൽകുവാൻ തയ്യാറാകുന്ന അബ്രാഹത്തെ കാണുമ്പോൾ ആ വിശ്വാസത്തിന്റെ വളർച്ചയും പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് പക്വതയാർന്ന വിശ്വാസത്തിലേക്ക് വരുന്ന അബ്രാഹത്തെ കാണുവാനായിട്ടാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ടാണ് അബ്രാഹം വിശ്വാസത്തിന്റെ മാതൃകയാണ്, പ്രതിസന്ധികളുടെ മാതൃകയാണ്. പ്രതിസന്ധികളിലും വിശ്വാസത്തെ വളർത്തുന്ന, സ്ഥിരപ്പെടുത്തുന്ന, വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിന്റെ മാതൃകയായിട്ട് അബ്രാഹത്തെ കാണാൻ സാധിക്കും. അബ്രാഹം അതുപോലെ തന്നെ മധ്യസ്ഥനായിട്ട് ഈ മനുഷ്യകുലത്തിന് മുഴുവൻ ഒരു മീഡിയേറ്റർ ആയിട്ടാണ് അബ്രാഹത്തെ വിളിക്കുന്നത്. അബ്രാഹം ലോകത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അബ്രാഹത്തെ ഒരു മധ്യസ്ഥനായിട്ട് ദൈവവചനത്തോടുള്ള വിധേയത്വത്തിന്റെ അടയാളമായിട്ട് അബ്രാഹത്തെ കാണുവാനായിട്ട് സാധിക്കും. അബ്രാഹം കരുതലിന്റെ മനുഷ്യനായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആത്മീയതയുടെ പാഠങ്ങൾ പലതും അബ്രാഹത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. വിശുദ്ധ ഗ്രന്ഥകർത്താവ് ഈ അബ്രാഹം എന്ന വ്യക്തിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന ആത്മീയ പാഠങ്ങളുണ്ട്. അത് കാണുവാനായിട്ട് ചരിത്രത്തിൽ ജീവിച്ച് കടന്നുപോയ അബ്രാഹമാണ്. ആ ജീവിതത്തെ നമ്മുടെ മുൻപിലേക്ക് വിശുദ്ധ ഗ്രന്ഥകർത്താവ് തരുന്നത് കേവലം ഒരു ചരിത്രം പറഞ്ഞു തരിക എന്ന ലക്ഷ്യമല്ല. ചരിത്രത്തിലുള്ള വ്യക്തിയാണ്. ചരിത്രത്തിലുള്ള വ്യക്തിയിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് എപ്രകാരം ദൈവോന്മുഖമായി ജീവിക്കണം എന്നുള്ളതിന്റെ മാതൃകയായിട്ടാണ്. ഇസഹാക്കിനെ നമ്മൾ കാണുന്നുണ്ട്. ഇസഹാക്ക് അബ്രാഹത്തിന്റെ പുത്രൻ
യാക്കോവിന്റെ പിതാവ് ഇസ്ഹാക്ക് അനുസരണത്തിന്റെയും വിധേയത്തിന്റെയും ആളായിട്ടാണ് വിശുദ്ധ ബൈബിൾ കാണുന്നത്. മോറിയ മലയിലേക്ക് അബ്രാഹത്തിന്റെ കൂടെ ബലിവേദിയിലേക്ക് പോകുമ്പോൾ ഒരു 10-18 വയസ്സുള്ള യുവാവാണ്, 10-15 കൗമാര മനുഷ്യനാണ്. ആ മനുഷ്യന് ഈ ബലി വേദിയിലേക്ക് പോകുമ്പോഴും ബലിപീഠത്തിൽ പിടിച്ച് ബന്ധിക്കുമ്പോഴും അനുസരണത്തോടെ വിധേയത്വത്തോടുകൂടി ബലിയാകാൻ തയ്യാറാക്കുന്ന അബ്രാഹം ഇസഹാക്ക് യഥാർത്ഥത്തില് നമ്മുടെ മിശിഹായുടെ പ്രതിരൂപമാണ്. കാൽവരിയിലേക്ക് പിതാവിന്റെ ഹിതം നിറവേറ്റുവാനായിട്ട് പോകുന്ന ഈശോയുടെ പ്രതിരൂപമാണ്. അന്ന് ഇസഹാക്ക് മുതുകിൽ വിറകും വെച്ച് ബലിപീഠത്തിലേക്ക് പോകുമ്പോൾ പോലെ കുരിശും വഹിച്ച് കാൽവരിയിലേക്ക് കയറുന്ന മിശിഹായുടെ പ്രതിരൂപമാണ് ആ ഇസഹാക്ക്. അതുകൊണ്ട് അനുസരണത്തിന്റെയും വിധേയത്വത്തിന്റെയും മാതൃകയായിട്ട് ഇസഹാക്കിനെ നമുക്ക് കാണാൻ സാധിക്കും. യാക്കോബിനെ നമ്മൾ കാണുന്ന യാക്കോബ് വഴക്കാളിയാണ്, എന്നാൽ അനുരഞ്ജന്റെ വഴക്കുണ്ടാകുന്നുണ്ട്, പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, പ്രതിസന്ധികളെ നേരിടുന്നുണ്ട്. ആ റിബല്യസ് ആണ്, ബട്ട് ഹി കെയിം ടു റിക്കൺസിലിയേഷൻ. റിബല്യസ് ആണ്, വഴക്കടിക്കുന്നവനാണ്, എന്നാൽ ആരോടെല്ലാം മൽപ്പിടുത്തം നടത്തിയോ, ആരോടെല്ലാം വഴക്കടിച്ചോ അവരോടെല്ലാം രമ്യതയിലേക്ക് വരുന്ന ഒരു ഇസ്ഹാക്കിനെ നമ്മൾ കാണാൻ സാധിക്കും. നമ്മുടെ ഇതിൽ തന്നെ ഏസാവുമായിട്ട് മൽപ്പിടുത്തമാണെന്ന് പറയുന്നുണ്ട്. ഏസാവുമായിട്ട് മൽപ്പിടുത്തമാണെന്ന് അമ്മയുടെ ഉദരത്തിൽ അമ്മ തന്നെ റബേക്ക തന്നെ പറയുന്നുണ്ട്. ഇവരിവിടെ മൽപ്പിടുത്തമാണ്. പുറത്തോട്ട് വന്ന ശേഷവും ഏസാവുമായിട്ട് വഴക്ക്. അവസാനം ഏസാവിന് യാക്കോവിനെ കൊല്ലാൻ തോന്നുന്ന വിധത്തിലാവുന്നു. യാക്കോവ് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു. എന്നാൽ പുസ്തകത്തിന്റെ അവസാനം നമ്മൾ കാണും യാക്കോവ് തിരിച്ചു വന്ന് ഏസാവുമായിട്ട് രമ്യതപ്പെടുന്നത്. ലാബാനുമായിട്ട് വഴക്കാവുന്നു, എന്നാൽ ലാബാനുമായിട്ട് അവസാനം രമ്യതപ്പെടുന്നു. ദൈവവുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്നതാണ് യാക്കോവ്. ദൈവത്തോട് മൽപ്പിടുത്തം നടത്തി, അങ്ങനെ മൽപ്പിടുത്തം നടത്തി അവസാനം ഇടുപ്പിന് ഇടി കിട്ടിക്കുമ്പോൾ യാക്കോവ് പറയുന്നു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടേ പോകാവുള്ളൂ. അങ്ങനെ മൽപ്പിടുത്തം നടത്തിയവനുമായിട്ട് അവന്റെ ഒരു അനുഗ്രഹം വാങ്ങുന്ന യാക്കോവ്. അതുകൊണ്ട് മൽപ്പിടുത്തത്തിന്റെയും അല്ലെങ്കിൽ വഴക്കിന്റെയും അനുരഞ്ജനത്തിന്റെയും ഒരു മാതൃകയായിട്ട് നിൽക്കുന്നു. യാക്കോവ് വഴക്കുണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് വാഗ്ദത്ത നാട് നഷ്ടപ്പെടുന്നത്. വാഗ്ദത്ത നാടിൽ നിന്നും ഒളിച്ചു പോകേണ്ടി വന്നു, വഴക്കായിരുന്നപ്പോൾ. എന്നാൽ വീണ്ടും സഹോദരനുമായിട്ട് രമ്യതപ്പെടാനായിട്ട് തീരുമാനിച്ചപ്പോഴത്തേക്കും വാഗ്ദത്ത നാട്ടിലേക്ക് തിരിച്ചു വരുന്ന യാക്കോവിനെ കാണുന്നത്. അതുകൊണ്ട് യാക്കോവ് അപ്രകാരം ഒരു അനുരഞ്ജനത്തിന്റെയും അതേസമയം മാനസികമായ കുറവുകളുടെയും ആ വ്യക്തിയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ജോസഫിനെ കാണുമ്പോൾ ജോസഫ് ദൈവകരം അവന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. ദൈവസാന്നിധ്യ ബോധത്തിന്റെ മനുഷ്യനായിട്ടാണ് ജോസഫിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ജോസഫിലെ ദൈവസാന്നിധ്യം പറഞ്ഞാല് ജോസഫ് വീടും നാടും എല്ലാം ഉപേക്ഷിച്ച് വേറെ നാട്ടിലാണ്. അങ്ങനെ പരദേശിയായിട്ട് കഴിയുമ്പോഴും ജോസഫിന് പാപം ചെയ്യാനുണ്ടാകുന്ന പ്രലോഭനം വരുന്നു പൊത്തിഫാറിന്റെ ഭാര്യയിൽ നിന്നും. ജോസഫിനോട് ചോദ്യം ചോദിക്കാനോ ചെയ്യാൻ ആരുമില്ല. ജോസഫിനെ വീട്ടുകാരില്ല, നാട്ടുകാരില്ല, ചോദ്യം ചെയ്യാൻ ആരുമില്ല. എങ്കിലും ജോസഫ് പറയുന്നു, എന്റെ ദൈവത്തിനെതിരെ ഈ നീചമായി ഞാൻ എങ്ങനെ പ്രവർത്തിക്കും? അപ്പം പാപത്തിൽ നിന്നും ജോസഫിനെ അകറ്റി നിർത്തുന്നത് ദൈവസാന്നിധ്യ ബോധമാണ്. വീണ്ടും ഫറവോ ജോസഫിനെ കുറിച്ച് പറയുന്നുണ്ട്, അവന് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അനുഗ്രഹമായി മാറുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ കരം അവന്റെ കൂടെ എപ്പോഴും ഉണ്ട്. ദൈവത്തിന്റെ കരം എപ്പോഴും ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ജോസഫ്. ആ ദൈവസാന്നിധ്യ ബോധത്തെ അനുഭവിക്കുകയും ദൈവസാന്നിധ്യ ബോധത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ജോസഫ്. അതുകൊണ്ട് ജോസഫ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് ദൈവസാന്നിധ്യ ബോധത്തിന്റെ മനുഷ്യനായിട്ടാണ്. ദൈവസാന്നിധ്യ ബോധം ഉള്ളപ്പോഴാണ് തിന്മയെ അകറ്റുവാൻ സാധിക്കുന്നത്. പാപബോധം അല്ലെങ്കിൽ ദൈവഭയമാണ് പാപബോധം നൽകുന്നത്. ദൈവഭയം നഷ്ടപ്പെടുന്നതാണ് പാപത്തിൽ വീണ്ടും പോകാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രമാണ് 12 തൊട്ട് 50 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. ഈ വ്യക്തികളിലൂടെ നമ്മുടെ മുൻപിലേക്ക് വിശുദ്ധ ഗ്രന്ഥ കർത്താവ് എപ്രകാരമാണ് മനുഷ്യൻ ദൈവാത്മകമായിട്ട് ജീവിക്കേണ്ടത് എന്ന കാര്യമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകത്തെ ഒന്ന് സംക്ഷിപ്തമായിട്ട് പറയുവാനും പഞ്ചഗ്രന്ഥത്തെക്കുറിച്ചും തോടായെക്കുറിച്ചും ഒക്കെ ഒരു പൊതുവായിട്ടുള്ള ആമുഖം നൽകുവാനായിട്ടാണ്. കാരണം വിശുദ്ധ ബൈബിള് പഠിക്കേണ്ട ഒരു കാര്യമാണ് എന്ന ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക എന്ന് മാത്രമാണ് ഈ ക്ലാസ് കൊണ്ട് നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. വലിയ വിശാലമായ സമുദ്രത്തിൽ നിന്നും ഒരു തുള്ളി വെള്ളം എടുക്കുന്ന പോലെ മാത്രമേ നമുക്ക് ഈ ഒരു ക്ലാസ് 1 മണിക്കൂർ കൊണ്ട് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് നോട്ടായിട്ട് തന്നിരുന്നത് ബൈബിൾ ഭാഷ്യം എന്നും പറഞ്ഞ ബൈബിൾ സെമിനാരിയിൽ നടക്കുന്ന ഒരു മാസികയിൽക്കകത്തുള്ള ആർട്ടിക്കിളുകളാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെ സംക്ഷിപ്തമായിട്ട് കാണും. അല്ലെങ്കിൽ ഈ പലയിടത്തും ലഭ്യമായിട്ടുണ്ട് ഒരു പുസ്തകമാണ് ഉൽപ്പത്തി ചരിതം എന്ന് പറഞ്ഞ ഒരു പുസ്തകം.
ഞാനിപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളും ഉൽപ്പത്തി പുസ്തകത്തെ കുറിച്ചുള്ള വിവരണങ്ങളും ഉള്ളതാണ്. അതും കിട്ടുന്നവരോ വാങ്ങിയത് വായിക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ചും പഞ്ചഗ്രന്ഥത്തെക്കുറിച്ചുമുള്ള ഒരു വിവരണമുണ്ട്. കഴിഞ്ഞ വർഷം ലോഗോസ് ക്വിസിന് സമ്മാനം കൊടുത്ത പുസ്തകമാണ്, അതുകൊണ്ട് പലയിടത്തും കാണും. ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ അത് വിശദമായിട്ട് വിവരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ 1 മണിക്കൂറിന്റെ ക്ലാസ് ആയിരുന്നു, 1 മണിക്കൂർ 5 മിനിറ്റ് ആയി. നമുക്ക് ക്ലാസ് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇനിയുള്ള അരമണിക്കൂർ സമയം നിങ്ങൾക്ക് സംശയങ്ങൾ ഞാൻ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ അല്ല ഉൽപ്പത്തി പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ നമ്മുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാവുന്നതാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് ഇപ്പോൾ ചോദ്യോത്തരം സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്യാനായിട്ടുള്ള സമയമാണ്. നമുക്ക് സമയം ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന നമ്മുടെ സമയം അനുസരിച്ച് 8 മണി വരെ സമയമായിരുന്നു, കുഴപ്പമില്ല. വേണമെങ്കിൽ 7:30 വരെ ക്ലാസ്, 1.5 മണിക്കൂറായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്, കുഴപ്പമില്ല. അല്ല, ചർച്ച നടത്തി നമുക്ക് പോകാം. സമയം 8 മണി വരെ ഉണ്ട്. ഞാൻ 1 മണി ക്ലാസ്സും 1/2 മണി ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ ചിന്തിച്ച കുഴപ്പമില്ല. നമുക്ക് സമയം എടുക്കാം. ഞാൻ അതിന്റെ ഇടയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞോളാം. ഓക്കെ. എന്തോ അച്ഛനിപ്പോ പറഞ്ഞ പുസ്തകം എഴുതിയതാരാ? ഉൽപ്പത്തി ചരിതം അത് ഞാൻ തന്നെ എഴുതിയേക്കുന്നതാണ്. ഓക്കെ. പുസ്തകത്തിന്റെ പേരെന്നോട് പറയാമോ വെച്ചാ? ഉൽപ്പത്തി ചരിതം. ഉൽപ്പത്തി ചരിതം. അത് എവിടെ അവൈലബിൾ ആകുന്നു? ഈ ചങ്ങനാശ്ശേരിയിലെ സെന്റ് ജോസഫ്സിലൊക്കെ കാണുമോ അത്? ഇപ്പൊ അവിടെ തീർന്നിട്ടുണ്ടോ എന്നറിയത്തില്ല. ഉണ്ടായിരുന്നു അവിടെ ബൈബിൾ അപ്പോസിൽ ഓഫീസിൽ കാണുമായിരിക്കും. ആവശ്യക്കാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുമരിക്ക് അച്ഛൻ്റെ അടുത്ത് വേണേൽ എത്തിക്കാൻ സാധിക്കും. അവിടെ നിന്ന് വേണേൽ മേടിക്കേണ്ടവർക്ക് മേടിക്കാൻ പറ്റും. നമുക്ക് കുറച്ച് പുസ്തകം വേണ്ടവർക്ക് നമ്മളെ അച്ഛൻ്റെ അടുത്ത്, ജോബി അച്ഛൻ്റെ അടുത്ത് നിന്ന്, ജോബി അച്ഛനാണല്ലോ നമ്മളെ കോർഡിനേറ്റ് ചെയ്യുന്ന അച്ഛൻ്റെ അടുത്ത് വേണമെങ്കിൽ മേടിക്കാന്നുള്ള ക്രമീകരണം ചെയ്യാം. അല്ലെങ്കിൽ പലയിടത്തും കിട്ടുന്നുണ്ടായിരിക്കും. ഇപ്പം തീർന്നിട്ടുണ്ടോ അറിയില്ല, കാരണം ഈ അടുത്തത് പ്രിന്റിങ് പലയിടത്തും തീർന്നായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് നിങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ ഓരോ ഭാഗങ്ങളെ വിശദമായിട്ട് പറഞ്ഞു പൊക്കോളാം. ഞാൻ കേട്ടതിന്റെ വെളിച്ചത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ ആണോ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനാ ഉണ്ടോ? കാരണം എന്തോ ഈ പാരമ്പര്യം എന്ന് പറയുന്ന കാര്യങ്ങളെ, പാരമ്പര്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ നമുക്ക് പാരമ്പര്യമായിട്ട് പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഒന്നും ക്ലിയർ അല്ല. അതിപ്പം അത് അറിയാൻ പറ്റില്ല. അതായത് വിശുദ്ധ ബൈബിള് എഴുതപ്പെടുന്നത് എങ്ങനെയാണ്? ആദ്യം പുതിയ നിയമമാണെങ്കിൽ ഈശോ എഴുതി നമുക്ക് തന്നിട്ടില്ല. ഈശോ കാര്യങ്ങൾ പഠിപ്പിച്ചത് അത് ജീവിച്ചു പോരുന്ന പാരമ്പര്യമാണല്ലോ. ആദിമ സഭ അത് ജീവിച്ചിട്ട് ആ സഭയുടെ ജീവിതത്തിൽ നിന്നാണ് പിന്നീട് ഇത് എഴുതപ്പെടുന്നത്. പഴയ നിയമത്തിലാണെങ്കിൽ ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം മോശയിലൂടെ നൽകി, അത് ഇസ്രായേൽ ജനത നിയമമനുസരിച്ച് ജീവിച്ചു പോന്നു. ആ ജീവിതമാണ് പിന്നീട് പാരമ്പര്യമായി എഴുതപ്പെടുന്നത്. നമുക്കിപ്പം നമ്മുടെ സഭയിലെ പരിശുദ്ധ കുർബാന അർപ്പണം അത് ആദ്യം തൊട്ട് ക്രമേണ എഴുതി ആദ്യം ഒരു പുസ്തകം ഉണ്ടാക്കിയിട്ട് നമ്മളാരും അല്ല ആദിമസഭ ബലിയർപ്പിച്ചു തുടങ്ങിയത്. ആദിമസഭ എന്താണ്? കർത്താവിന്റെ നാമത്തിൽ ഒന്നിച്ചുകൂടി അവര് വിശുദ്ധ അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തി ക്രമേണ രൂപപ്പെട്ടു വന്ന ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് ഇത് നമുക്ക് ഇത് കൈമാറി കിട്ടുന്നത്. പരിശുദ്ധ കുർബാന അർപ്പണം, അതുകൊണ്ട് പരിശുദ്ധ കുർബാന അല്ലെങ്കിൽ കുദാശകള് നമുക്ക് പാരമ്പര്യമായിട്ട് നമുക്ക് കൈമാറി കിട്ടുന്നതാണ്. അല്ലാതെ ഒരു ടെസ്റ്റ് എഴുതി തന്നിട്ട് അതനുസരിച്ച് തുടങ്ങുമല്ലോ. പാരമ്പര്യമായിട്ട് കൈമാറി വന്ന കാര്യങ്ങൾ പിൽക്കാലത്ത് ആ പാരമ്പര്യത്തിന്റെ വെളിച്ചത്തിലാണ് എഴുതപ്പെടുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ ഒരു പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്നതാണ് നമ്മുടെ കുദാശകള്, വിശുദ്ധ കുർബാനയ്ക്ക്. അതൊക്കെ കൈമാറി കിട്ടിയതിൽ നിന്നാണ് പിന്നീട് ടെസ്റ്റുകളൊക്കെ രൂപപ്പെട്ടു വരുന്നത്. അതാണ് സഭയുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ, വിശുദ്ധ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ജീവിച്ച് കൈമാറി വരുന്ന പാരമ്പര്യങ്ങളെ ഉദ്ദേശിച്ചത് സഭയുടെ ജീവിതത്തിലൂടെ കൈമാറി വരുന്നതാണ്. കുദാശകള് എല്ലാ വിധത്തിലുള്ള എന്തോ
അച്ഛാ, തോറ എന്ന് പറയുന്നത് പഴയ നിയമഭാഗത്തിലെ 5 ഭാഗങ്ങളാന്ന് പറഞ്ഞല്ലോ. അത് ഏതൊക്കെയാണെന്ന് പറയാം. പഴയ നിയമത്തിൽ നമ്മുടെ ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, ഈ 5 പുസ്തകങ്ങളെ ഒന്നിച്ചാണ് തോറ എന്നത് പഞ്ചഗ്രന്ഥം. അത് 5 ഒന്നിച്ചൊറ്റ ഗ്രന്ഥമാണ്. പഞ്ചഗ്രന്ഥം. അത് നമ്മുടെ പഴയ നിയമത്തിൽ ക്രമമായിട്ടാണ് കിടക്കുന്നത് അല്ലേ? അതെ, ആദ്യത്തെ 5 പുസ്തകങ്ങളാണ് തോറ യഹൂദനും ഫോളോ ചെയ്യുന്നത് അല്ലേ? യഹൂദർക്ക് തോറയും ബൈബിളിലെ നമുക്കുള്ള 39 പുസ്തകങ്ങളും യഹൂദർക്കുണ്ട്. തോറ പ്രധാനമായിട്ടുള്ളൂ. ബാക്കി പ്രവാചക ഗ്രന്ഥങ്ങളും അവർക്കുണ്ട്, ചരിത്ര പുസ്തകങ്ങളും അവർക്ക്. പഴയ നിയമഭാഗം 39 ബുക്കുകൾ അവർക്കുള്ളതാ അല്ലേ? നമ്മുടെ കയ്യിൽ 46 പുസ്തകങ്ങളുണ്ട്. അതിലെ 39 എണ്ണം അവർക്കുണ്ട്. കാരണം അവര് 4-ാം നൂറ്റാണ്ട് വരെ ഹിബ്രു ഭാഷയിൽ എഴുതപ്പെട്ട മാത്രമേ വിശുദ്ധരുമായിട്ട് അവർ എഴുതുന്നുള്ളൂ. അതുകൊണ്ട് ഹിബ്രു ഭാഷ എഴുതപ്പെട്ടതും 4-ാം നൂറ്റാണ്ടിന് മുന്നിലുള്ളതുമായ പുസ്തകങ്ങൾ അവർ അങ്ങനെയാണ് അവർ 49 ഹീബ്രുവിൽ എഴുതിയത് മാത്രം. ഓക്കെ അച്ഛാ, താങ്ക് യു. ഓക്കെ. അച്ഛൻ പറയുന്നതിന്റെ അകത്ത് എന്തോ എക്കോ വരുന്ന പോലെ തോന്നുന്നുണ്ട്. അതെനിക്ക് ഇപ്പം ചോദിച്ചപ്പോഴല്ലേ, ഈ കഴിഞ്ഞ ആൻസർ കൊടുത്തപ്പോഴല്ലേ, അവിടെ ഇപ്പം ഇല്ലല്ലോ. കുഴപ്പമില്ല. ഇല്ല, അത് നേരത്തെ ചോദിച്ചെടുത്ത് അവിടെ 2 ഉപകരണം വെച്ചേക്കുന്നോണ്ടാന്ന് തോന്നുന്നു. നമ്മൾ പറയുമ്പോ അവിടെ കേൾക്കുന്നു, ഇങ്ങോട്ട് വന്നോണ്ടിരുന്നു. സംശയം ചോദിച്ചോട്ടെ. ഈ അച്ഛൻ ഇപ്പൊ പറഞ്ഞല്ലോ ഹീബ്രുവിൽ എഴുതിയേക്കുന്നത്, ഈ ഹീബ്രുവിന് വവൽ ഷിഫ്റ്റ് ഇല്ലേ? അപ്പോ നമ്മള് ഈ വെസ്റ്ററിയൊക്കെ പോലെ എല്ലാത്തിനും വവൽ ഷിഫ്റ്റഡ് ആണല്ലോ ഹീബ്രു. ബൈബിള് എഴുതിയ സമയത്ത് വവൽ ഒന്നുമില്ലായിരുന്നു. ബൈബിള് കോൺസണൻസ് മാത്രം എഴുതിയിട്ടുള്ളൂ എഴുതിയ സമയത്ത്. 7-ാം നൂറ്റാണ്ട് മുതലാണ്, ക്രിസ്തുവിന് ശേഷം 7-ാം നൂറ്റാണ്ട് മുതലാണ് ഹീബ്രുവില് കോൺസണൻസ് കൊടുത്തു തുടങ്ങുന്നത്. അതുകൊണ്ടാണ് കോൺസണൻസ് ഡോട്ട് നമ്മൾ ഇതാണ് അടിയിലൊരു വരയിട്ട ആയും അടിയിൽ ഒരു കുത്തിട്ട ഈയും. കാരണം ഓൾറെഡി ടെക്സ്റ്റ് റിട്ടൺ ആയിരുന്നു. അച്ഛൻ പറയുന്ന മാസറട്ടിക് ടെക്സ്റ്റിന് മുമ്പ് ഒറിജിനൽ ഹീബ്രു ബൈബിളിൽ ഏത് വവൽ ഷിഫ്റ്റ് ഉണ്ടായിരുന്നോ ഇല്ലയോ നമുക്കറിയില്ല. വവൽസ് ഇല്ലായിരുന്നു. അല്ല, അന്ന് അവര് പറഞ്ഞുകൊണ്ടിരുന്ന ഹീബ്രു ലാംഗ്വേജിന് വവൽ ഷിഫ്റ്റ് ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ? വവല് റീഡിങ്ങിലുണ്ട്, ട്രഡീഷൻ ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ എഴുതുന്നില്ലായിരുന്നു. എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നത് പാരമ്പര്യമായിട്ടായിരുന്നു. ഇപ്പം ഒരു ടെക്സ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഇന്നത് വായിക്കണം എന്നത് വായനാ പാരമ്പര്യത്തിലൂടെ കൈമാറിക്കൊണ്ടിരുന്നത്. 7-ാം നൂറ്റാണ്ട് വരെയും ബൈബിളിന്റെ റീഡിങ് പാരമ്പര്യത്തിലൂടെയായിരുന്നു. 7-ാം നൂറ്റാണ്ടോടുകൂടി പാലസ്തീനയിലൊക്കെ അറബിയുടെ സ്വാധീനം കൂടുതൽ വന്നപ്പോഴത്തേക്കും ഈ വായനാ ട്രഡീഷൻ തെറ്റാനുള്ള സാധ്യതയുണ്ടായി. കാരണം ഒരേ ശൈലിയിലുള്ള ഇതാണ്. അപ്പൊ അങ്ങനെ തെറ്റ് വരുമെന്ന് വന്നുകൊണ്ട് റബിമാരെന്ത് ചെയ്തു, ഹീബ്രു ബൈബിളിന് വവൽസ് കൊടുത്തു തുടങ്ങി. അങ്ങനെ 7-ാം നൂറ്റാണ്ട് തൊട്ട് വവൽസ് കൊടുത്ത് വായിച്ചു തുടങ്ങി. അങ്ങനെയാണ് റീഡിങ്ങിന് വവൽസ്, എഴുതപ്പെട്ട വവൽസ് ഉണ്ടാകുന്നത്. അതിനു മുമ്പ് 7-ാം നൂറ്റാണ്ട് വരെയും പാരമ്പര്യത്തിൽ നിന്നായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെ വായിക്കണം? ഇപ്പൊ ഇന്നും മോഡേൺ ഹീബ്രു അങ്ങനെയാണ്. നമ്മൾ ഇന്ന് ഇസ്രായേലിൽ ചെന്ന് കഴിഞ്ഞാലും മോഡേൺ ഹീബ്രു അവർ എഴുതുമ്പോൾ കോൺസണൻസ് മാത്രമേ എഴുതുള്ളൂ. നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് എങ്ങനെ വായിക്കണം എന്നുള്ളത്, ഉച്ചാരണം എന്താണെന്ന് ബൈബിളിൽ കൊടുക്കുന്നത്. അത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അത് ഞാൻ വവൽ ഷിഫ്റ്റ് എന്ന് ഉദ്ദേശിച്ചത്, നമ്മളിപ്പോ ഈ പൗരസ്ത്യ സുറിയാനിയില് മാറൻ എന്ന് പറയും, യാക്കോബൈറ്റുകാര് മോറാൻ എന്ന് പറയും. അപ്പൊ അതുപോലെ ഹീബ്രു വെസ്റ്റ് ആണല്ലോ, അതായത് അവരും വവൽ ഷിഫ്റ്റഡ് ആണല്ലോ. ഈ ആലാഹ എന്നല്ലേ, ഏലോഹിം എന്നല്ലേ പറയുന്നത്? അല്ല, അത് ഒറിജിനലി അങ്ങനെ തന്നെയല്ലേ? അതായത് ആ വവൽ ഷിഫ്റ്റോട് കൂടി നമുക്ക് ഉറപ്പാണോ? അതോ അന്ന് കൺസണന്റ് വവൽ ഇടാത്തോണ്ട് അത് എങ്ങനെയാണ് ആലാഹയാണോ ഏലോഹിമാണോ എന്ന് അറിയത്തില്ലാത്താണോ? ഏലോഹിമാണോ ഉറപ്പാ. കാരണം വെച്ചാല് ഈ പോസ്റ്റ് എക്സൈലിക് പീരീഡ് തൊട്ട് BC 5-ാം നൂറ്റാണ്ടിൽ തൊട്ട് അവർ 2 വവൽസ് മാത്രം ലെക്സിയോണിസ് എന്ന് പറയും, യോതും വാവും കൊടുത്തു തുടങ്ങിയിരുന്നു. ഓക്കെ. ഈ വരേണ്ടടുത്ത് യോത് കൊടുത്തു, ഓ വരേണ്ടടുത്ത് വാവും കൊടുത്തിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ ഏലോഹിം എന്നുള്ളതൊക്കെ ആ ഒരു ഡയറക്ഷൻ, അതാണ് മാത്രം ലക്ഷ്യം, ഡയറക്ഷൻ ഓഫ് ദ വവൽസ് അവർ തന്നിട്ടുണ്ടായിരുന്നു. അത് ക്രിസ്ത്യന് മുമ്പ് ഉണ്ടായിരുന്നു. എന്നെ കൺഫ്യൂസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതായത് നമ്മൾ ബൈബിളില്
പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഈ ത്ലീസ കൂമി ആണേലും മാറാനാസ ആണേലും അതൊന്നും വവൽ ഷിഫ്റ്റഡ് അല്ല. അതെല്ലാം നമ്മുടെ അത് മസോററ്റിക് വവൽ അനുസരിച്ചല്ല, ആ എഴുതപ്പെട്ട ഗ്രീക്ക് പാരമ്പര്യത്തില് ആ കാലഘട്ടത്തിലുള്ള വവലല്ലേ അവിടെ വരുന്നേ. അതെ, അതെ, അത് അറമായിക് വവൽ സിസ്റ്റത്തിൽ നിന്നാണ് അവിടെ വരുന്നത്. അല്ല, അപ്പൊ യൂതന്മാര് വവൽ ഷിഫ്റ്റഡ് ആയിട്ട് സംസാരിച്ചോണ്ട്, പക്ഷെ അവര് അറമായിക് സംസാരിക്കാൻ തുടങ്ങിയപ്പോ വവൽ ഷിഫ്റ്റ് മാറിയോ? അതാണ് അറമായിക് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അറമായയുടെ ബൈബിൾ ഷിഫ്റ്റ്, അറമായും സിറിയക്കും തമ്മിലുള്ള ഇതാണ്. വവൽ ഷിഫ്റ്റ് അറമായിക്കും ഹീബ്രു തമ്മിലും ഉണ്ട്. ഓക്കെ, അറമായിക്കിലുള്ള ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വവൽ സിസ്റ്റമാണ്, അല്ല ഹീബ്രുവിലുള്ളതിന് വ്യത്യസ്തമാണ് അറമായിക്കുള്ളത്. ഓക്കെ ഓക്കെ, ഇനി വേറെ ആരെങ്കിലും ചോദിക്കണം? അത് സമയം ഞാൻ ചോദിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഹീബ്രു എന്ന ഭാഷ സംസാരിക്കപ്പെട്ടിരുന്ന കാലഘട്ടം ഏതാണ്? അതായത് അറമായ ഭാഷ സംസാരിച്ച കാലഘട്ടമാണ്. ഹീബ്രു ഭാഷയെ കുറിച്ച് പറയുന്നത് ഇപ്പൊ ഒരു BC 10ാം നൂറ്റാണ്ടോടുകൂടി ഭാഷയുടെ അക്ഷര ആൽഫബറ്റിക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. 10ാം നൂറ്റാണ്ട്. അതിനു മുമ്പ് പ്രീ കാനാന്യ ഭാഷ അല്ലെങ്കിൽ ഈ പറയുന്ന ഉഗാറിറ്റിക്ക്, അക്കാഡിക്ക് ഭാഷകളൊക്കെ ആയിരുന്നു. അതിൽ നിന്നും ഡെവലപ്പ് ചെയ്തൊരു 10ാം നൂറ്റാണ്ട് 11ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 10ാം നൂറ്റാണ്ടിലാണ് ഹീബ്രു ഭാഷയായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നതെന്നാണ് ഭാഷാ പഠനങ്ങളിൽ നിന്ന് പറയുന്നത്. അത് വന്ന് ഈ ഇസ്രായേലിന്റെ രാജ്യത്വ കാലഘട്ടത്തിലെല്ലാം ഹീബ്രു ആയിരുന്നു ഈ ആളുകളോ. അതിനുശേഷം 587 അടിമത്തത്തിലേക്ക് പോയതിനു ശേഷമാണ് അറമായ ഭാഷ അവരുടെ ഭാഷയായിട്ട് വരുന്നത്. അതിനു മുമ്പ്, അപ്പൊ 587 മുമ്പ് ഇസ്രായേൽ ഒരു ജനതയായിട്ട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരുടെ ഭാഷ ഹീബ്രു ആയിരുന്നു. അതൊരു സംശയം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആ സൃഷ്ടിയിൽ നിന്നും പുതിയ തലമുറകളുണ്ടായി. നോഹ വന്നു, അതിനുശേഷം അബ്രാഹം എത്തി. അപ്പൊ അബ്രാഹത്തിലൂടെ ലോകത്തിലുള്ള എല്ലാ ജനതകളെയും രക്ഷിക്കണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അബ്രാഹത്തിലൂടെ ആ ദൈവിക വെളിപാട് നൽകി. ഈ രക്ഷാപദ്ധതി പാപം ചെയ്തപ്പം മുതലേ ഉള്ളതാണ് മനുഷ്യകുലത്തിന് വേണ്ടിയിട്ടുള്ളത്. ആ രക്ഷാപദ്ധതി മനുഷ്യകുലത്തിന് വെളിപ്പെടുത്തിയത് ഈ ജനതയിലൂടെയാണെന്നുള്ളത്. ഓക്കെ, പക്ഷെ നമ്മളിപ്പം പുതിയ നിയമത്തിൽ ക്രിസ്തുവാണ് പറയുന്നത് ലോകം മുഴുവൻ പോയി എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കുമെന്ന്. അതുവരെയുള്ള തോറയും പഴയ നിയമവും എല്ലാം സംസാരിക്കുന്നത് ഇസ്രായേൽ ജനം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട്, മറ്റ് ജനതകളെ മറ്റ് ജനതയായിട്ട് തന്നെ കണ്ടുകൊണ്ടല്ലേ ക്രിസ്തു വരെയുള്ള കാലഘട്ടം പൊക്കോണ്ടിരുന്നത്. അതായത് അബ്രാഹത്തെ വിളിച്ചതിന്റെ ലക്ഷ്യം, ഇസ്രായേൽ ജനതയെ വിളിച്ചതിന്റെ ലക്ഷ്യം എന്താണ്? ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുക്കുകയാണ്. ഈ രക്ഷാകര പദ്ധതി എല്ലാം ലക്ഷ്യം മിശിഹായാണ്. അപ്പൊ ഇതിന്റെ പൂർണ്ണത മിശിഹായിലാണുള്ളത്. അതിനുള്ള ഒരുക്കം മാത്രമാണ് ഇത് നടത്തുന്നത്. ഈ അബ്രാഹത്തിന് ഇപ്പം നമ്മള് പഴയ നിയമത്തിൽ കാണുമ്പോൾ അബ്രാഹത്തെ വിളിക്കുമ്പോൾ തന്നെ അവരുടെ ലക്ഷ്യം എന്താ പറഞ്ഞത്? ഈ നിന്നെ വിളിച്ചിരിക്കുന്നത് എല്ലാവർക്കും രക്ഷയാണ്. ആ രക്ഷ അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനം പൂർത്തിയാകുന്നത് ഈശോ മിശിഹായില അത് പൂർത്തിയായിട്ടുള്ളൂ. അതുകൊണ്ട് പഴയ നിയമത്തിലൂടെ അതിനുവേണ്ടി ഒരുക്കം നടത്തി മിശിഹായാണ് സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷകനായിട്ട് വരുന്നത്. അതിനുള്ള ഒരു ഒരുക്കമാണ് നമുക്ക് ഇസ്രായേലിന്റെ ജീവിതത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം മോശയിലൂടെ എല്ലാം കർത്താവ് ആ സമയത്ത് ഇസ്രായേൽ ജനതയെ സംരക്ഷിച്ച് മുമ്പോട്ട് കൊണ്ടുവരുന്നുണ്ട്. അത് ക്രിസ്തു വന്നു കഴിയുമ്പോൾ മാത്രമേ എന്ന് പറഞ്ഞാൽ ആ ഒരു ദീർഘമായ കാലഘട്ടത്തില് ഇസ്രായേൽ ജനത്തിന് മാത്രം പരിഗണന കിട്ടിയിരുന്നെന്നും അതിനുശേഷം ക്രിസ്തു വന്ന ശേഷം ലോകത്തിലുള്ള എല്ലാ ജനതകളെയും ദൈവം രക്ഷിക്കുന്നു, അങ്ങനെ ഒരു ഇതിലോട്ട് വരികയല്ലേ ഇപ്പൊ? ഇസ്രായേൽ ജനതയ്ക്ക് മാത്രം പരിരക്ഷ കൊടുക്കുന്ന ബൈബിളിന്റെ ലക്ഷ്യം എന്താണ്? മോണോതേസം പഠിപ്പിക്കുക എന്നുള്ളതാണ്. ദൈവം ഒരാളേ ഉള്ളൂ എല്ലാ ജനതയിലും, അല്ലെ? എല്ലാ ജനപദങ്ങളുടെയും ദൈവമായിട്ട് വരിക. അപ്പൊ ആ ഒരു യാഥാർത്ഥ്യം മനുഷ്യനിലേക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇസ്രായേൽ ചരിത്രത്തിലൂടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് അവതരിപ്പിക്കണം വിശുദ്ധ കർത്താവിന്. ആ ഒരു ദൈവിക വെളിപാട് നൽകാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ജനത പ്രത്യേകമായി പരിരക്ഷ ചെയ്ത് എല്ലാത്തിലും വിജയിച്ചു വരുന്ന കാര്യം പറയുന്നത്. കാരണം എന്താ? ഇസ്രായേലിന്റെ ദൈവമാണ് സത്യദൈവം. ആ കാര്യം വിശുദ്ധ കർത്താവിന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അവതരണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ രചനയിൽ. അതുകൊണ്ട് ഇസ്രായേലിന് പ്രത്യേകമായിട്ട് പരിഗണന കിട്ടുന്നു. ഇസ്രായേലിനെ എന്തിനു വേണ്ടിയാണ് പ്രത്യേകമായി പരിഗണന കൊണ്ടുവരുന്നത്? മിശിഹ ഈ രക്ഷാ പദ്ധതി പൂർത്തിയാകാനായിട്ടാണ്. നമ്മള് അത് ഏദൻ തോട്ടത്തിൽ കാണാം. ഏദൻ തോട്ടത്തിൽ 2
വൃക്ഷങ്ങളുണ്ടെന്നല്ല പറഞ്ഞത്. നന്മ തിന്മയുടെ വൃക്ഷവും ജീവന്റെ വൃക്ഷവും അല്ലേ? അതെ. നന്മ തിന്മയുടെ വൃക്ഷത്തിനെതിരായിട്ട് അവർ പാപം ചെയ്തു. പിന്നെ ജീവന്റെ വൃക്ഷത്തിൽ നിന്നും കൂടെ ഫലം ഭക്ഷിച്ചിരുന്ന പാപി ആകാതിരിക്കാൻ വേണ്ടി അവരെ തോട്ടത്തിൽ നിന്ന് മാറ്റിയെന്നാ പറയും. യഥാർത്ഥത്തില് ആ കാണുന്ന സംഭവത്തിന്റെ ദൈവശാസ്ത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ഇസ്രായേലിനെ രൂപപ്പെടുത്തി വാഗ്ദത്ത നാട്ടിലാക്കി. വാഗ്ദത്ത നാട്ടിൽ അവർക്ക് തോറ ഉണ്ടായിരുന്നു. തോറയായിരുന്നു നന്മതിന്മയുടെ വൃക്ഷം. അതിനെതിരെ അവർ പാപം ചെയ്തു. അങ്ങനെ പാപം ചെയ്ത അവര് വാഗ്ദത്ത നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു, പാപിന്റെ അടിമത്തത്തിലേക്ക് പോകുന്നു. അവരെ വീണ്ടെടുക്കുന്ന ദൈവ രക്ഷാകര പദ്ധതിയാണ് ജീവന്റെ വൃക്ഷം. അത് മനുഷ്യകുലത്തിന്റെ മൊത്തം ചരിത്രത്തിൽ വരുമ്പം മനുഷ്യകുലം സത്യദൈവത്തെ അറിയാനായിട്ട്, ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനായിരുന്നു മനുഷ്യൻ. അതുകൊണ്ട് അവന് ദൈവത്തെ അറിയാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അവൻ സത്യദൈവത്തെ അറിയാതെ ദൈവമല്ലാത്തതിനെ ദൈവമായിട്ട് ആരാധിച്ചു പോകുന്നു. അങ്ങനെ മനുഷ്യൻ ദൈവവിധത്തിൽ നിന്നും അകന്നു തെറ്റ് ചെയ്തപ്പോൾ ആ തെറ്റാണ് നന്മതിന്മകളുടെ വൃക്ഷത്തിനെതിരായിട്ടുള്ള തെറ്റ്. ആ അവസരത്തിൽ നിന്നും അവനെ മാറ്റി നിർത്തി. എന്തിനു വേണ്ടിയിട്ടാണ്? ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ, ജീവന്റെ വൃക്ഷം എന്നത് അമർത്യതയുടെ വൃക്ഷമാണ് പ്രാചീന സങ്കല്പങ്ങളിൽ. അപ്പൊ ഈ അമർത്യതയുടെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ, പാപിയായ മനുഷ്യൻ അമർത്യതയുടെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ പാപത്തിൽ അമർത്യനായി മാറും, എന്നേക്കും പാപിയായി മാറും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവനെ ജീവന്റെ വൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കാതെ മാറ്റി നിർത്തുന്നത്. അങ്ങനെ മാറ്റി നിർത്തി എന്നിട്ട് എന്ത് ചെയ്തു? രക്ഷാകര പദ്ധതി പൂർത്തിയാകുമ്പോൾ അവനെ ജീവന്റെ വൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കാനായിട്ട് ഇട നൽകുകയാണ്. നമ്മള് വെളിപാട് പുസ്തകത്തിൽ കാണും. വെളിപാട് പുസ്തകം 2:7, 22, 14 ഒക്കെ ഒന്ന് വായിക്കുകയാണെങ്കിൽ ഈ കാര്യം പിടി കിട്ടും. അതായത് ദൈവശാസ്ത്രമാണ് ഈ രചനയിൽ ഉള്ളത്. അപ്പം പഴയ നിയമ ഗ്രന്ഥത്തിന്റെ എല്ലാം ദൈവശാസ്ത്രം എന്താണ്? മിശിഹായിലൂടെ നൽകുന്ന രക്ഷയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ തോട്ടത്തിൽ തന്നെ ജീവന്റെ വൃക്ഷം എന്ന് പറയുമ്പോൾ ആ ജീവന്റെ വൃക്ഷം മിശിഹായ. നന്മതിന്മകളെ വേർതിരിക്കുന്നത് തോറായായിരുന്നുവെങ്കിൽ ജീവന്റെ വൃക്ഷം മിശിഹായാണ്. തോറ ലംഘിച്ച ഇസ്രായേൽ ജനത്തെ മിശിഹായിലൂടെ വീണ്ടെടുക്കുകയാണ്. അത് ഇസ്രായേൽ ജനത്തെ മാത്രമല്ല, കാരണം മിശിഹ വരുന്നത് സകല മനുഷ്യകുലത്തിനും വേണ്ടിയിട്ടാണ്. ഇസ്രായേലിന് അതിനുള്ള ഒരു ഒരുക്കത്തിന്റെ മാർഗമായിട്ടാണ് സ്വീകരിച്ചിരുന്നത്. അവരും തെറ്റിപ്പോയി. അപ്പൊ അവരെയും വീണ്ടെടുക്കുന്നു. അവരുടെ വീണ്ടെടുപ്പിലൂടെയും മിശിഹ വന്ന് മനുഷ്യരെ മുഴുവൻ വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. വെളിപാട് പുസ്തകത്തിലെ 2:7 വായിക്കാവോ? 2:7. അതുപോലെ തന്നെ വെളിപാട് പുസ്തകം 22:14. വെളിപാട് 2:7, 22:2, 22:14 ഈ 3 വചനങ്ങളൊന്ന് വായിക്കുവാണെങ്കിൽ. 2:7 ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവന് ദൈവത്തിന്റെ പർദീസായിലേക്കുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും. അപ്പോൾ നേരത്തെ ദൈവത്തിന്റെ പർദീസായിലെ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാൻ അവരെ സമ്മതിക്കുന്നില്ല. കാരണം ജീവന്റെ വൃക്ഷം അമർത്യത കൊടുക്കുകയായിരുന്നു. വിജയം വരിച്ചതിന് അത് ഭക്ഷിക്കാൻ കൊടുക്കുന്നു. അപ്പൊ ആ രക്ഷാകര പദ്ധതി അതിന്റെ പൂർണ്ണതയിൽ വരുന്നത് മിശിഹായിലാണ്. വീണ്ടും 22-ാം അധ്യായം 2-ാം വചനം. നഗരവീതിയുടെ മധ്യത്തിൽ നദിയുടെ ഇരുഭാഗങ്ങളിലുമായി 12 തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവന്റെ വൃക്ഷം നിൽക്കുന്നു. അത് മാസം തോറും ഫലം തരുന്നു. ആ വൃക്ഷത്തിന്റെ ഇലകൾ ജനതകളുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളതാണ്. ഈ ജീവന്റെ വൃക്ഷം 12 തരം വൃക്ഷങ്ങള് അല്ലെങ്കിൽ 12 തരം ഫലം നൽകുന്ന യഥാർത്ഥത്തില് ഈ ജീവന്റെ വൃക്ഷം മിശിഹായാണ്. മിശിഹായുടെ തുടർച്ചയായ സഭയാണ്. 12 അപ്പസ്തോലന്മാരാൽ സ്ഥാപിതമായ സഭയാണ്. സഭയിലൂടെ നൽകപ്പെടുന്ന ഉദാശകളാണ് ജീവന്റെ വൃക്ഷത്തിന്റെ ഇല. അത് ആണ്. അപ്പം അവിടെ നമുക്ക് ആ രക്ഷാകര പദ്ധതി അതിന്റെ പൂർണ്ണതയിലേക്ക് വരുന്നത് കാണാം ഈ ജീവന്റെ വൃക്ഷത്തില്. വീണ്ടും 14-ാം വചനം നോക്കിക്കേ. ജീവന്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി വിശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പൊ അവിടെയും ജീവന്റെ വൃക്ഷത്തിലൂടെയാണ് വിശുദ്ധീകരിക്കപ്പെടുന്ന രക്ഷപ്പെടുന്നത്. അപ്പം പഴയ നിയമത്തിലെ ദൈവശാസ്ത്രം, പഴയ നിയമത്തിലൂടെ മിശിഹായിലേക്കുള്ള ഒരുക്കമാണ്. അതിനു വേണ്ടിയിട്ട് ഒരു ജനതയെ തെരഞ്ഞെടുക്കുന്നു. ആ ജനതയെ പ്രത്യേകമായിട്ട് സംരക്ഷിച്ചു വരുന്ന കാര്യമാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? സകല മനുഷ്യകുലത്തിനും വേണ്ടിയിട്ടാണ്. അത് മിശിഹ മാത്രമല്ല, മിശിഹായിലേക്കുള്ള വഴിയാണ് ഈ ഇസ്രായേൽ ജനത മുഴുവൻ. അപ്പൊ ഇസ്രായേൽ ജനതയിലൂടെ വരുമ്പോൾ ദൈവിക പദ്ധതിയിൽ ഇസ്രായേൽ ജനതയെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് പരിപാലിക്കുമ്പോഴും മനുഷ്യകുലത്തിലെ മുഴുവൻ രക്ഷ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അത് നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് മിശിഹായിൽ വരുമ്പോൾ മിശിഹായിലാണ് അത് പൂർത്തിയാകുന്നത്. മിശിഹായിലേക്ക് നയിക്കുന്നതാണ് ഇസ്രായേലിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, താങ്ക്സ് അച്ഛൻ. ഓക്കെ.
വേറെ ആർക്കെങ്കിലും അച്ഛാ ഒരു സംശയം. വാ. ഈ യാക്കോബ് ജോസഫിന്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ അത് കൈകൾ ഇങ്ങനെ പിണച്ചു വെച്ചിട്ട് ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? ഇടത് കൈ വലത് നിൽക്കുന്ന ആൾക്കും വലത് കൈ അത് എന്തുകൊണ്ട് നമുക്ക് ഈ ദൈവിക തെരഞ്ഞെടുപ്പുകളും ദൈവഹിതത്തെ കുറിച്ചും ഉള്ളത്. കാരണം യാക്കോവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു, ഏസാവ് യാക്കോബ് അല്ലേ? അതിന്റെ യാക്കോവിനെ തിരഞ്ഞെടുത്തു, ഏസാവിനെ എന്താ റീസൺ പറയാൻ പറ്റുന്നേ? അപ്പം ദൈവിക തെരഞ്ഞെടുപ്പും അപ്പം ഇവരെ ദൈവത്തിന്റെ കൃപ എഫ്രായിമിനും മനാസയ്ക്കും കൈ തിരിച്ച് പിണച്ചു വെച്ച് അനുഗ്രഹം കൊടുക്കുന്നു. ആ ദൈവിക പദ്ധതിയെ ഈയുടെ ഭാഗമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതിന് ഈ അബ്രാഹത്തിന് ശരിക്കും പറഞ്ഞാൽ 2 പുത്രന്മാര്, അതിന്റെ ഉടമ്പടിയുടെ പുത്രന്മാരായിരുന്നു ഇസഹാക്ക്. അത് ഉടമ്പടി ചെയ്തത്. യാക്കോവിന് 2 പുത്രന്മാര്. അതുകൊണ്ട് ആ ഒരു ദൈവിക തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചനയായിട്ട് തന്നെയാണ് ഈ ദൈവിക കൃപയുടെ സൂചനയായിട്ട് കൈ പിണഞ്ഞു വെച്ച് കൊടുത്തതിനെ കുറിച്ച് ഉള്ളത്. പിന്നെ സഭാപിതാക്കന്മാർ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ട് കാണണം. ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇപ്പം നോക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഇതാണ്, ദൈവിക തെരഞ്ഞെടുപ്പ് ദൈവിക പദ്ധതിയുടെ നിറവേറലിനെ ആണ് അത് മനസ്സിലാക്കാനായിട്ടുള്ളതാണ്. ദൈവഹിതത്തിന്റെ നിറവേറൽ അതിനെ ഒരു മനസ്സിലാക്കാനായിട്ടാണ് അതിനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ കൈ പിണച്ചു വെക്കുന്നത്. ഞാൻ അല്ലെങ്കിൽ എന്നോട് അല്ലാതെ ചോദിക്കുവാണെങ്കിൽ ഞാനൊന്ന് നോക്കിയിട്ട് വേണം പറയാം. എൻ്റെ നമ്പര് വാട്സപ്പിൽ ഉണ്ട്. പിന്നീട് നോക്കുവാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് മറ്റെന്തെങ്കിലും ഉണ്ടോ, എന്ത് വ്യാഖ്യാനങ്ങളുണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ പറയാം പിന്നീട്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല എങ്കിൽ 1-2 കാര്യങ്ങള്. ഇപ്പം നമ്മള് കായേന്റെ പാപം ഞാൻ പറഞ്ഞു 3 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ, 1-2 അധ്യായങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താണ് ദൈവം തന്റെ ചായയിലും സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്നതിന് അർത്ഥം എന്താ? മനുഷ്യനെ തന്റെ ചായയിലും സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്നല്ലേ വചനം പറഞ്ഞു? എന്താ അതിന്റെ അർത്ഥം? നമ്മൾ വേദന ക്ലാസ് തൊട്ട് പഠിക്കുന്നതല്ലേ? അതിന്റെ ലക്ഷ്യം എന്താ, അർത്ഥം എന്താണ്? നമ്മളോട് ആരെങ്കിലും എന്തോ ദൈവത്തിന്റെ രൂപത്തിൽ തന്നെ ദൈവത്തിന്റെ രൂപത്തിൽ അരൂപിയാണെന്നല്ല പറയുന്നത്. നമ്മൾ പിള്ളേരെ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ പറയുകയാണ് ദൈവത്തിന്റെ രൂപത്തിൽ സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ ദൈവം അരൂപിയല്ലേ? പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മക്കളായിട്ട് സൃഷ്ടിച്ചു എന്നുള്ളതാണ് അല്ലേ? അതാണ് ആത്യന്തികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമക്കളാണെന്നുള്ളത്. കാരണം ചായയും സാദൃശ്യം ആർക്കാ ഉള്ളത്? മക്കൾക്കാണ്. മക്കൾ ജനിച്ചു. ഇപ്പം ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യം ദൈവം തന്റെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. അതിന്റെ 5-ാം അധ്യായം 2-3 വചനത്തിൽ കാണും ആദാമിന് തന്റെ ചായയിലും സാദൃശ്യത്തിലും പുത്രൻ ജനിച്ചു. അപ്പം ചായയിലും സാദൃശ്യത്തിലും ആയിരിക്കുക എന്ന് പറഞ്ഞാൽ മക്കളായിരിക്കുക എന്നുള്ളത്. അപ്പം ദൈവം സർവ്വ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യനെ മറ്റു ജീവജാലങ്ങളിൽ നിന്നും യുണീക്കായി സൃഷ്ടിച്ചു. ആ കാര്യമാണ്. മറ്റു ജീവജാലങ്ങളും പ്രത്യേകതയുള്ളതിനായിട്ട് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. ആ യുണീക്കായിട്ട് സൃഷ്ടിച്ച ആരാണ്? ദൈവമാണ് എന്ന വിശുദ്ധ പഠിപ്പിക്കുക. ആ യുണീക്നെസ് കാണിക്കുന്നതാണ് ഈ 2 സൃഷ്ടീകരണത്തിലും. 1-ാം സൃഷ്ടീകരണത്തിലാണെങ്കിലും 2-ാം സൃഷ്ടീകരണത്തിലാണെങ്കിലും ആ യുണീക്നെസ് അവതരിപ്പിക്കുന്നുണ്ട്. 1-ാം സൃഷ്ടീകരണത്തിൽ പറയും 1-ാം അധ്യായം 26-ാം വചനത്തിൽ പറയും നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചായയിലും സാദൃശ്യം സൃഷ്ടിച്ച മനുഷ്യന്റെ അനന്യത എടുത്തു കാണിക്കുക. 2-ാം സൃഷ്ടീകരണത്തില് ആ അനന്യത അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? ദൈവമായ കർത്താവ് മണ്ണുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞിട്ട് തന്റെ തന്നെ ജീവശ്വാസം അവനിലേക്ക് നൽകി എന്ന് പറഞ്ഞു. അത് മനുഷ്യന്റെ അനന്യത കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആ അനന്യത എന്താണെന്ന് ചോദിച്ചാൽ ദൈവമക്കളുടെ സ്ഥാനമാണ്. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1-2 വചനങ്ങൾ കാണും. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചിരിക്കുന്നത്. അവൻ നമ്മളെ മക്കൾ എന്ന് വിളിച്ചിരിക്കുന്നു. അങ്ങനെയാണ് താൻ. ദൈവമക്കളാണ്. അപ്പൊ സൃഷ്ടിയില് മനുഷ്യനെ ദൈവമക്കളുടെ സ്ഥാനത്ത് സൃഷ്ടിച്ചു. ദൈവമക്കളായിട്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ പാപം ചെയ്ത മനുഷ്യൻ ആ മക്കളുടെ സ്ഥാനം നഷ്ടപ്പെടുത്തി. അങ്ങനെ നഷ്ടപ്പെടുത്തിയ സ്ഥാനമാണ് ഈശോ മിശിഹായുടെ വീണ്ടെടുക്കപ്പെടുന്നത്, വീണ്ടും നൽകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈശോ മിശിഹായി ദത്തുപുത്രന്മാരാണെന്ന് പറയുന്നത്. അപ്പോൾ സത്താപരമായിട്ട് മക്കള് ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വചനം മാംസം ധരിച്ച് ഈശോ മിശിഹ മാത്രമാണ് സത്താപരമായിട്ട് ദൈവത്തിന്റെ പുത്രൻ.
എന്നാൽ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് സൃഷ്ടിക്കപ്പെട്ടതാണ് മനുഷ്യൻ. നമ്മൾ സത്താപരമായിട്ട് ദൈവത്തിന്റെ മക്കളല്ല. സത്താപരമായിട്ട് ഈശോമിശിഹ മാത്രമേ ദൈവത്തിനുള്ളൂ. മക്കള് എന്ന സ്ഥാനത്ത് സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് മനുഷ്യനുള്ള പ്രത്യേകത. അതുകൊണ്ട് തന്റെ ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമക്കളാണ് നമ്മൾ എന്നുള്ള കാര്യമാണ് അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇനി രണ്ടാമത്തെ എന്തോ ചോദിച്ചോളെ. 26-ാമത്തെ വാക്യത്തില് നമുക്ക് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതെന്താ നമുക്ക് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്? നമ്മൾ പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിലും ബൈബിളിന്റെ രക്ഷാകര പദ്ധതിയുടെ വെളിപാടിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ പ്രത്യേക ദൈവമായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. കാരണം ബൈബിളിനെ അതിന്റെ പൂർണ്ണതയിൽ നിന്ന് നോക്കുമ്പോൾ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേക ദൈവമായിട്ടാണ്. ഏലോഹിം എന്ന വാക്ക് തന്നെ ഒരു കൂട്ടായ്മയാണ്. കാരണം ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേര് അല്ല, ദൈവത്തെ അവതരിപ്പിക്കാൻ ഏലോഹിം എന്ന വാക്കാണ്. ഏലോഹിം എന്ന് തന്നെ ഒരു കൂട്ടായ്മയാണ്. അതുപോലെ തന്നെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയിൽ തന്നെ ആദിയിൽ ദൈവം സൃഷ്ടിക്കുന്നു, വചനത്താൽ സൃഷ്ടിക്കുന്നു, ദൈവത്തിന്റെ ചൈതന്യം അവിടെയുണ്ട്. അതുകൊണ്ട് സൃഷ്ടികരണത്തിൽ തന്നെ പ്രത്യേക ദൈവം, സൃഷ്ടാവായ ദൈവം ദൈവത്തിന്റെ വചനത്താൽ എല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം തന്റെ വചനത്താൽ സൃഷ്ടിക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തിന്റെ ചൈതന്യം ജലത്തിന് മീതെ ചലിച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവ സാന്നിധ്യം 3 വിധത്തില് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ കാണാം. രക്ഷാകര ചരിത്രത്തിലെ ദൈവത്തെ വെളിപ്പെടുത്തിയപ്പോൾ സൃഷ്ടാവായ ദൈവവും വചനം മാംസം ധരിച്ച് പുത്രനായ ദൈവവും പരിശുദ്ധ റൂഹായ ദൈവവും ദൈവിക വെളിപാടിന്റെ പൂർണ്ണതയിലുണ്ട്. അതുകൊണ്ട് ദൈവിക വെളിപാടിന്റെ പൂർണ്ണതയില് പുതിയ നിയമത്തിൽ നിന്ന് വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് എന്ന് പറയുന്ന ആ കാര്യം പ്രത്യേക ദൈവത്തിന്റെ ആണ് എന്ന് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും. പ്രത്യേക ദൈവമാണ് അവിടെയുള്ളത്. അതേസമയം യഹൂദന്മാര് ഈ പഴയ നിയമത്തിന്റെ അല്ല പുതിയ നിയമത്തിലൂടെയുള്ള ദൈവിക വെളിപാട് പൂർണ്ണതയിൽ ഇല്ലാത്തവര് അത് പ്രത്യേക ദൈവമായിട്ട് വ്യാഖ്യാനിക്കണമെന്നില്ല. അവർ ചിലപ്പം പറയും അതൊരു പൂജക ബഹുവചനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ് എന്ന് പറയും. അല്ലെങ്കിൽ ഒരു കോർട്ടിന്റെ ശൈലിയിൽ അവതരിപ്പിച്ചതാണെന്ന് പറഞ്ഞ വ്യാഖ്യാനങ്ങളുണ്ട്. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തില് ദൈവിക വെളിപാട് അതിന്റെ പൂർണ്ണതയിൽ പുതിയ നിയമത്തിലൂടെ ലഭിക്കുകയും ചെയ്ത് പ്രത്യേക ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ നമുക്ക് പ്രപഞ്ചത്തിന്റെ ആരംഭത്തിൽ തന്നെ ദൈവം സൃഷ്ടി നടത്തുന്നിടത്തും പ്രത്യേക ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ഛായയിൽ സാധിച്ചു എന്ന് പറയുന്നിടത്തും പ്രത്യേക ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മള് സംശയമില്ലെങ്കിൽ 2-ാം അധ്യായത്തില് ഏദൻ തോട്ടത്തെ കുറിച്ച് പറഞ്ഞത്. ഏദൻ തോട്ടം എവിടെയാണ്? ഏദൻ തോട്ടം നമ്മള് ഏദനിൽ എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഏദനിൽ ദൈവമായ കർത്താവ് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി എന്നാ പറയുന്നത്. ഏദൻ എന്ന ഹീബ്രു വാക്കിനർത്ഥം വെളിമ്പിട്ടേഷൻ എന്ന, വിൽഡർനെസ് എന്ന, ഒന്നുമില്ലാത്ത ശൂന്യമായ സ്ഥലത്ത് ഒരു തോട്ടം ഉണ്ടാക്കി എന്ന്. അപ്പം ആദ്യത്തെ സൃഷ്ടികരണത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒന്നുമില്ലാതിടത്ത് നിന്നാണ് ദൈവം എല്ലാം സൃഷ്ടിക്കുന്നത്. അവിടെ മുഴുവൻ വെള്ളം മൂടപ്പെട്ടു എന്ന് വെള്ളം മാറ്റി കര കണ്ടെത്തുന്നു, പിന്നെ എല്ലാം സൃഷ്ടിക്കപ്പെടുന്നതാണ്. രണ്ടാമത്തെ സൃഷ്ടികരണത്തിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 സൃഷ്ടികരണമാണെന്ന് പറയുന്നത്. ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് ഇതിന്റെ എല്ലാം സൃഷ്ടാവ് എന്ന് പഠിപ്പിക്കുക. അതാണ് ഗ്രന്ഥകർത്താവിന്റെ ലക്ഷ്യം. അല്ലാതെ ഭൂമിയുടെ രൂപീകരണത്തിന്റെ ചരിത്രം പറയാനായിട്ടോ സയന്റിഫിക് ആയിട്ട് അതിനുള്ള വിവരണം തരാനായിട്ടല്ല. ഈ അതുകൊണ്ടാണ് 2 രീതിയിൽ കാര്യം അവതരിപ്പിച്ചേക്കുന്നത്. 2-ാമത്തെ അധ്യായത്തിൽ പറയുമ്പോൾ ഒരു തുള്ളി വെള്ളമില്ല, ദൈവം മഴ പെയ്യിച്ച് അങ്ങനെ ജീവജാലങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന കാര്യം പറയുന്നത് 2-ാം അധ്യായത്തിൽ. 1-ാം അധ്യായത്തിൽ പറയും മുഴുവൻ വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുന്നു. അപ്പം 2 രീതി. അതുകൊണ്ട് 2 ഒരിടത്ത് ദൈവമാണ് പ്രവർത്തിക്കുന്നത്, ഒരിടത്ത് ദൈവമായ കർത്താവാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ 2 പാരമ്പര്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഇനി ഈ ഏദത്തോട്ടം എവിടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് എവിടെയെങ്കിലും ഭൂമിയിലുള്ള എവിടെയെങ്കിലും 10, 200 അല്ല 10,000 ഏക്കർ തോട്ടത്തിന്റെ കാര്യം പറയാനല്ല ഗ്രന്ഥകർത്താവ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ദൈവമായ കർത്താവ് മനുഷ്യകുലത്തിന് വേണ്ടി തയ്യാറാക്കിയുള്ള ക്രമീകരണത്തെ ഉദ്ദേശിച്ചാണ്. അപ്പൊ ഏതെങ്കിലും ഒരു തോട്ടം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഒന്നുമില്ലാത്തടത്ത് ദൈവം തോട്ടം ഉണ്ടാക്കി. യഥാർത്ഥത്തില് ഇസ്രായേലിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഏദൻ തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാഗ്ദത്ത നാടാണ്. ഇസ്രായേലിനെ മരുഭൂമിയില് സീനായ് മലയുടെ താഴ്വാരത്ത് വെച്ച് രൂപപ്പെടുത്തുക, ഉടമ്പടിയിലൂടെ ഒരു സ്വന്തം ജനമായി, എന്നിട്ട് അവരെ കൊണ്ടുവന്ന് ആക്കുന്ന സ്ഥലമാണ് വാഗ്ദത്ത നാട്. അപ്പൊ ഏദനിൽ തോട്ടമുണ്ടാക്കി
അവിടെ മനുഷ്യനെ കൊണ്ടുവന്ന് പാർപ്പിച്ചു എന്നാണ് പറയുന്നത്. മനുഷ്യനെ രൂപപ്പെടുത്തിയിട്ട് അവനെ തോട്ടത്തിൽ കൊണ്ടുവന്നാക്കി. അതുപോലെ ഇസ്രായേലിനെ മരുഭൂമിയിൽ രൂപപ്പെടുത്തിയിട്ട് ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്ത നാട്ടിലാക്കുന്ന, അതാണ് യഥാർത്ഥത്തിൽ വാഗ്ദത്ത നാടാണ് ദൈവശാസ്ത്രപരമായിട്ട് ഏദൻ തോട്ടം എന്ന് പറയുന്നത്, വാഗ്ദത്ത നാട്. ആ വാഗ്ദത്ത നാട്ടിലായിരിക്കുമ്പോൾ അവർക്ക് നൽകിയ നിയമമാണ്, തോറയാണ് നന്മതിന്മയുടെ വൃക്ഷം. ആ വൃക്ഷത്തിന് നന്മതിന്മയുടെ വൃക്ഷം, അപ്പം തോറ ലംഘിച്ചു പോയ മനുഷ്യകുലത്തിനെ വീണ്ടെടുക്കാനുള്ള ദൈവിക പദ്ധതി, അതാണ് ജീവന്റെ വൃക്ഷം. അതാണ് ഈശോമിശിഹായാണ് ജീവന്റെ വൃക്ഷം എന്ന് പറയുന്നത്. ഈശോമിശിഹായുടെ പൂർത്തിയായതാണ് ജീവന്റെ വൃക്ഷം, രക്ഷാർത്ഥം. അപ്പം കാൽവരിയിൽ ഉയർത്തപ്പെട്ട കുരിശാണ് ജീവന്റെ വൃക്ഷം. ജീവന്റെ വൃക്ഷത്തിലൂടെയാണ് രക്ഷ നൽകുന്നത്. സിലീബായാണ് ജീവന്റെ വൃക്ഷം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി അതുകൊണ്ട് തോട്ടം, ഏദൻ തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവശാസ്ത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് വാഗ്ദത്ത നാട് തന്നെയാണ്. ഇനി ഭൗമിക പശ്ചാത്തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യകുലത്തിന് വേണ്ടി ദൈവം ക്രമീകരിച്ച ക്രമീകരണങ്ങളാണ്. അത് എവിടെയെങ്കിലുമുള്ള ഒരു 10,000 ഏക്കർ തോട്ടമല്ല. നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഭൂമിശാസ്ത്രപരമായിട്ട് അന്വേഷിച്ച് എവിടെയാണെന്ന് കണ്ടെത്താൻ ശ്രമിച്ചെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരണത്തിൽ നിന്നും സൂചിപ്പിക്കുന്നത് എന്താണ്? 4 നദികളെ കുറിച്ചാണ് പറയുന്നത്. സാധാരണ രീതിയിൽ നമുക്കറിയാം, നദികളെ കുറിച്ച് പറയുമ്പോൾ ഒരു ലൊക്കേഷൻ കിട്ടും. മീനച്ചിലാറിന്റെ തീരത്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ആരും പോയി മലബാറിൽ അന്വേഷിക്കുമല്ല ആ സ്ഥലം. അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നദിയുടെ തീരത്താണ് അന്വേഷിക്കുന്നത്. ഭാരതപ്പുഴയുടെ തീരത്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നോക്കിയില്ല. അപ്പൊ നദികൾക്ക് ഒരു സൂചനയാണ് സ്ഥലത്തെ കുറിച്ച്. പക്ഷെ ഇവിടെ 4 നദികളെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. 4 നദികൾ: ടൈഗ്രീസ്, യൂഫ്രട്ടീസ്, കിഷോൺ, ഹിഗോൺ. അപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് 10,000 ഏക്കർ സ്ഥലത്ത് ഈ 4 നദികളുള്ളതായിട്ട് പറയുന്നില്ല. 4 നദികൾ എന്ന് പറയുമ്പോൾ ടൈഗ്രീസ്, യൂഫ്രട്ടീസ് മിഡിൽ ഈസ്റ്റിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയാണ്, ഇപ്പോഴും ഉള്ളതാണ്. ടൈഗ്രീസ്, യൂഫ്രട്ടീസ് നദികള് അത് മിഡിൽ ഈസ്റ്റിലൂടെ ഉള്ളതാണ്. ഇറാൻ, ഇറാഖ് ദേശത്തോടെ ഒഴുകുന്നതാണ്. മറ്റു 2 നദികൾ കിഷോൺ, ഹിഗോൺ. അതും പ്രാചീന കാലഘട്ടത്തെ 2 നദികളാണ്. ഹിഗോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സ്വർണത്തിന്റെ കുഷിനെ ചുറ്റി ഒഴുകുന്ന പറയുന്നത്. കുഷ് എന്ന് പറഞ്ഞാൽ പ്രാചീന എത്യോപ്യയുടെ പ്രാചീന പേരാണ്. അപ്പൊ ആഫ്രിക്കൻ സംസ്കാരമാണ്. കുഷിൽ ആരംഭിച്ച് എത്യോപ്യയിലൂടെ ഒഴുകി ഈജിപ്തിൽ വന്ന് ഈജിപ്തിലൂടെ ഒഴുകി കടലിൽ തീരുന്ന നദിയാണ് നൈൽ നദി. അതുകൊണ്ട് ഹിഗോൺ എന്ന് പറഞ്ഞാൽ നൈൽ നദി ആയിരിക്കണമെന്നാണ് പഠനം പറയുന്നത്. അത് പ്രാചീന ആഫ്രിക്കൻ സംസ്കാരമാണ്, ആഫ്രിക്കൻ സംസ്കാരത്തിന്റെ സൂചനയാണ്. ടൈഗ്രീസ്, യൂഫ്രട്ടീസ് എന്ന് പറയുന്ന പ്രാചീന സംസ്കാരങ്ങളാണ്. സുമേറിയൻ സംസ്കാരവും മെസപ്പൊട്ടോമിയൻ സംസ്കാരവും ബാബിലോണിയൻ സംസ്കാരവും ഒക്കെ വളർന്നു വന്നത് ഈ ടൈഗ്രീസ്, യൂഫ്രട്ടീസ് നദിയുടെ തീരത്താണ്. അപ്പോൾ പ്രാചീന മനുഷ്യൻ സെറ്റിൽ ചെയ്ത് തുടങ്ങുന്ന അവസരത്തിലാണ് ഈ പറയുന്ന മതസങ്കല്പങ്ങളൊക്കെ ഉണ്ടാവുകയും മനുഷ്യൻ സത്യദൈവത്തെ അല്ലാതെ പ്രപഞ്ച ശക്തികളൊക്കെ ആരാധിച്ചു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഏദൻ തോട്ടം എന്ന് പറയുമ്പോൾ പ്രാചീന സംസ്കാരങ്ങളുടെ പിള്ളത്തൊട്ടുകളിലേക്കുള്ള സൂചന കാണുന്നത്. മനുഷ്യന് ടൈഗ്രീസ്, യൂഫ്രട്ടീസ് നദികൾ, ടൈഗ്രീസ് പ്രാചീന സംസ്കാരത്തിന്റെ അടയാളമാണ്. ഹിഗോണ് പ്രാചീന ഈജിപ്ഷ്യൻ അല്ലെങ്കിൽ ആഫ്രിക്കൻ സംസ്കാരത്തിന്റെ അടയാളമാണ്. പിന്നെ കിഷോണിനെ കുറിച്ച് പറഞ്ഞാല് കിഷോണിനെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. സ്വർണത്തിന്റെ നാടായ ഹവീല വഴി ഒഴുകുന്ന പറഞ്ഞത്. സ്വർണത്തിന്റെ നാട് ഹവീല. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ BC 5-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഹെർഡോട്ടസ് ആണ് ചരിത്രകാരന്മാരുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഹെർഡോട്ടസിന്റെ അഭിപ്രായം അനുസരിച്ച് ദ ലാൻഡ് ഓഫ് ഗോഡ്, സ്വർണത്തിന്റെ നാട് എന്ന് വിളിക്കുന്നത് ഹോദൂനിയ. ഹോദു എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്നതിന്റെ പഴയ പേരാണ്. ഇന്ത്യ എന്നതിന്റെ ഹീബ്രു പേരാണ് ഹോദു അല്ലെങ്കിൽ ഇൻഡസ്. അപ്പൊ ഇന്ത്യയാണ്. അപ്പൊ പ്രാചീന ഇന്ത്യൻ സംസ്കാരത്തിലേക്കുള്ള ഒരു വിരൽചൂണ്ടനായിരിക്കണം പിഷോൺ നദി എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ജോസഫൂസ്, 1-ാം നൂറ്റാണ്ടിലെ ചരിത്രകാരനായ ജോസഫൂസ് ഈ നദി ഇത് ഗംഗയാണെന്ന് പറയുന്നത്, ഗാഞ്ചസ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഗാർഡൻ ഓഫ് ഏദൻ എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഉള്ള ഒരു 100-500 ഏക്കർ തോട്ടത്തെ ഉദ്ദേശിച്ചല്ല, ഈ പ്രപഞ്ചത്തെയും ഭൂമിയെ ദൈവം മനുഷ്യകുലത്തിന് വേണ്ടിയിട്ടുള്ള ക്രമീകരിച്ച ക്രമീകരണത്തെയും മനുഷ്യകുലത്തിന്റെ ആരംഭത്തെയും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവതരണമാണ് ഈ ഗാർഡൻ ഓഫ് ഏദൻ. അതേസമയം ദൈവശാസ്ത്രപരമായിട്ട് അത് വാഗ്ദത്ത നാടാണ്, പ്രോമിസ് ലാൻഡാണ് ദൈവശാസ്ത്രപരമായിട്ട് ഏദൻ തോട്ടം. പിന്നെ ഏദൻ തോട്ടത്തെ കുറിച്ചുള്ള കാര്യം ആർക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇനി ഒരു സംശയം ചോദിച്ചോട്ടെ. നന്മതിന്മകളുടെ വൃക്ഷത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അത് കേക്കാവോ അച്ഛാ? കേക്കാവോ? ചോദിച്ചോളെ. അത് നമ്മുടെ തോറായുടെ ജീവിത നിയമങ്ങൾ പാലിക്കേണ്ട നിയമങ്ങളെ ആണ് ഉദ്ദേശിക്കുന്നതെന്നാണോ അച്ഛൻ പറഞ്ഞത്? നന്മതിന്മകളുടെ വൃക്ഷം എന്ന് പറഞ്ഞാൽ
ഇസ്രായേലിന്റെ പശ്ചാത്തലത്തിൽ, കാരണം ഇസ്രായേലിന്റെ പശ്ചാത്തലത്തിൽ നന്മ തിന്മയുടെ പുസ്തകം തോറയാണ്, ദൈവം നൽകിയ കൽപ്പനകൾ. ആ കൽപ്പനകളുടെ ലംഘനമാണല്ലോ പാപം. അത് തന്നെയാണ് ഏദൻ തോട്ടത്തിൽ കാണുന്നത്. കാരണം ദൈവം കൽപ്പിച്ചു, ആദാം അത് തിരസ്കരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? സർപ്പത്തിന്റെ വാക്ക് കേട്ടുപോയി. അപ്പം ദൈവ കൽപ്പനകൾ നിഷേധിച്ച് ദൈവമല്ലാത്തതിന്റെ പിന്നാലെ പോകുന്നതാണ് പാപം. ആദിമ മനുഷ്യന് പറ്റുന്നത് തെറ്റതാണ്. ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് ക്രമപ്പെടുത്തി. 1-2 അധ്യായം നമ്മളതാ കാണുന്നത്. പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ച് ക്രമപ്പെടുത്തി. എന്നിട്ട് ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ ഈ പ്രപഞ്ച ശക്തികളെ മനുഷ്യൻ ആരാധിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പ്രാചീന മനുഷ്യനെ പറ്റുന്ന തെറ്റതാ. സത്യദൈവത്തെ അറിയാതെ പ്രപഞ്ച ശക്തികളെ ദൈവങ്ങളായിട്ട് ആരാധിച്ചു പോകുന്നു. അങ്ങനെ മനുഷ്യകുലത്തിന്റെ മൊത്തം ചരിത്രത്തിൽ നോക്കുമ്പോൾ സൃഷ്ടാവായ ദൈവത്തെ അറിയാതെ സൃഷ്ടവസ്തുക്കളെ ദൈവങ്ങളായിട്ട് തെറ്റിദ്ധരിച്ചു പോകുന്ന വിഗ്രഹാരാധനയാണ് ആദ്യ പാപം എന്ന് പറയുന്നത്. ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവം അല്ലാത്തതിന്റെ വാക്ക് കേട്ടു പോകുക. ആ ഒരു കാര്യമാണ് ഏദൻ തോട്ടത്തിൽ അവതരിപ്പിക്കുന്നത്. ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചിട്ട് ദൈവമല്ലാത്തതിന്റെ വാക്ക് കേട്ടു പോകുന്ന കാര്യം പറയുന്നത്. അപ്പൊ മനുഷ്യകുലത്തിലെ ഇനി ഇസ്രായേൽ ജനത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ എന്താണ്? തോറ അവർക്ക് ലഭിച്ചു. തോറ ലഭിച്ച് ഇസ്രായേൽ ജനം തോറ ലംഘിച്ച് അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോയി. അതാണ് നമ്മൾ ആഹാബിന്റെ കാലത്ത് നടക്കുന്നത്, സോളമന്റെ കാലത്ത് നടക്കുന്നത്. അങ്ങനെ അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോയി. അങ്ങനെ പോയപ്പോഴാണ് ശിക്ഷ എന്ന നിലയിൽ അവരെ ഇവിടുന്ന് പുറത്താക്കി. ഇവിടുന്ന് വാഗ്ദത്ത നാട്ടിൽ നിന്ന്, ആ വാഗ്ദത്ത നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന കാര്യമാണ് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നത് വരുന്നത്. കാരണം തങ്ങളുടെ ജീവിതാനുഭവമാണ് ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചപ്പോൾ അവിടുന്ന് പുറത്താക്കപ്പെട്ടു. ആ അനുഭവം മനുഷ്യകുലത്തിന്റെ മുഴുവൻ പശ്ചാത്തലത്തിലേക്ക് അവതരിപ്പിക്കുകയാണ്. അതാണ് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് ആക്കപ്പെടുന്നത് കാണുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവശാസ്ത്രപരമായിട്ട് ഈ തോറ എന്ന് പറയുന്നത് മോശയിലൂടെ നൽകപ്പെട്ട ഈ നന്മതിന്മയുടെ വൃക്ഷം എന്ന് പറയുന്നത് കൽപ്പനയാ, ദൈവകൽപ്പനയാണ്. നന്മതിന്മകളെ വിവേചിച്ചറിയാനായിട്ടുള്ള കൽപ്പനയായിരുന്നു. ആ കൽപ്പന മനുഷ്യന് ദൈവോന്മുഖനായിട്ട് വളരാനുള്ളതായിരുന്നു. ആ കൽപ്പന അത് ലംഘിച്ചു. അതുകൊണ്ടാണ് പിന്നെ ജീവന്റെ വൃക്ഷം. ഇനി മനുഷ്യകുലത്തിന്റെ മൊത്തം പശ്ചാത്തലം നോക്കുമ്പോൾ ദൈവത്തിന്റെ ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് അവന് ദൈവത്തെ അറിഞ്ഞ് വളരാനുള്ള സാധ്യതയുണ്ടായിരുന്നു. കാരണം അവൻ ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടത്. അവൻ എന്ത് ചെയ്തു? ദൈവത്തിന്റെ ഛായയിൽ സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട അവൻ കാണാൻ കണ്ണിന് ഉള്ളതിന്റെ പിന്നാലെ പോയി. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയപ്പോൾ തന്റെ കണ്ണിന് കാഴ്ചയ്ക്ക് ഇമ്പമുള്ളതിനെ എല്ലാം ദൈവങ്ങളായിട്ട്, അല്ലെങ്കിൽ തന്റെ മുൻപിൽ ശക്തമാണെന്ന് കണ്ടതിനെയൊക്കെ ദൈവങ്ങളായിട്ട് തെറ്റിദ്ധരിച്ച് മനുഷ്യൻ അകന്നുപോയി. അങ്ങനെ ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന്റെ കാര്യമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് മനുഷ്യകുലത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ. അതിന്റെ തിയോളജിക്കൽ പശ്ചാത്തലം ഇതാണ്, വാഗ്ദത്ത നാടാണ്. അച്ഛൻ ഈ ഹോദു എന്ന് പറയുന്നത് ഇന്ത്യയും പിന്നെ ഗാംഗസിന്റെ കാര്യവും പറഞ്ഞല്ലോ. അപ്പൊ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു റെഫറൻസ് ബുക്കോ കൂടുതൽ വായിക്കാൻ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? സജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് ഞാൻ പറഞ്ഞത് ഇപ്പം ജോസഫൂസിന്റെ പുസ്തകമുണ്ട്, 1-ാം നൂറ്റാണ്ട് ചരിത്രകാരനാണ്. അദ്ദേഹത്തിന്റെ ചരിത്രത്തില് അദ്ദേഹം ഗാഞ്ചസ് എന്ന് പറയുന്നുണ്ട്. പിന്നെ സ്വർണത്തിന്റെ നാട് എന്ന് ഹെർഡോട്ടസ് വിളിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് ചരിത്രപരമായിട്ടുണ്ട് ഇപ്പോൾ ഇതുള്ളത്, റിപ്പോർട്ടിംഗ് ഉള്ളത്. പിന്നെ പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ ബാക്കി നദികളെല്ലാം പ്രാചീന സംസ്കാരങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. അതിനെക്കുറിച്ചുള്ള പഠനങ്ങളുടെ ഗ്രന്ഥങ്ങള് ഞാൻ നോക്കി. എൻ്റെ കയ്യിൽ ഇപ്പം അങ്ങനെ ഒരു ഇതിന്റെ ചെറിയ പുസ്തകം പ്രിഫർ ചെയ്യാനായിട്ട് നമ്മുടെ ഇവിടെ ലഭിക്കുന്നു എന്റെ മനസ്സിലില്ല. അതായത് ഞാൻ ഈ ആർഗ്യുമെന്റ് പറയുന്നത് ഈ 2 ചരിത്രകാരന്മാരുടെ പശ്ചാത്തലത്തിലും അതുപോലെ തന്നെ ഈ നദികളെല്ലാം പ്രാചീന സംസ്കാരങ്ങളുടെ പിള്ളത്തൊട്ടുകളായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ 5-ാം നൂറ്റാണ്ടിലാണ് ഈ തോറ അതിന്റെ ഫൈനൽ രൂപീകരണം ഉണ്ടാകുന്നത്. ആ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ മനുഷ്യകുലത്തിന്റെ ആരംഭത്തിലേക്കുള്ള ഒരു വിരൽചൂണ്ടലായിട്ട്, സംസ്കാരങ്ങളുടെ ആരംഭത്തിലേക്കുള്ള വിരൽചൂണ്ടലാണ് എന്നുള്ള ആർഗ്യുമെന്റിലാണ് ഞാൻ പറയുന്നത്. അതിന്റെ ചരിത്രപരമായിട്ടുള്ള റിപ്പോർട്ടിങ് ഈ ജോസഫൂസിന്റെ പുസ്തകവും ഹെർഡോട്ടസിന്റെ നിഗമനത്തിൽ നിന്നുമാണ് എടുക്കുന്നത്. അതിനെക്കുറിച്ചുള്ള പഠനങ്ങള് പുസ്തകം റെഫർ ചെയ്യാൻ പറയാനായിട്ട് എനിക്കിപ്പോൾ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു പുസ്തകം വരുന്നില്ല. ഞാൻ ഈ 2 ഗ്രന്ഥങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. ഓക്കെ. അതേസമയം പിഷോനെ കുറിച്ച് വേറൊരു വിരുദ്ധ അഭിപ്രായമാണ്. ചിലർ പറയും സൗദി അറേബ്യ ആ ഭാഗത്തുണ്ടായിരുന്ന ഒരു നദിയാണ്, അതില്ലെന്നായി മാറിയതാണ്, ഇപ്പൊ ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ അങ്ങനെ ഒരു നദിയെ കുറിച്ച് അങ്ങനെയും പിഷോനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഈ 2 ചരിത്രകാരന്മാർ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ ഇന്ത്യൻ. പിന്നെ പ്രാചീന സംസ്കാരങ്ങൾ ഇപ്പം ടൈഗ്രീസ് യൂഫ്രട്ടീസ് മെസപ്പൊട്ടോമിയൻ സുമേറിയൻ സംസ്കാരത്തിലേക്കുള്ള വിരൽചൂണ്ടലാണ് എങ്കിൽ
നൈൽ ആഫ്രിക്കൻ നദിയിലേക്കുള്ള വിരച്ചുകൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും പ്രാചീനമായ ഒരു സംസ്കാരമാണ് ഇന്ത്യൻ സംസ്കാരവും. ഗ്രന്ഥകർത്താവിന്റെ മനസ്സിൽ ഈ സംസ്കാരത്തെ കുറിച്ചുള്ള സൂചന ഉണ്ടാകാം. ഇങ്ങനെ മനുഷ്യകുലത്തിന്റെ ആരംഭത്തെ കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ ഈ ഏദൻ തോട്ടം പ്രാചീന മനുഷ്യന്റെ വാസസ്ഥലത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ന ഒരു അവതരണമാണ് കാണാൻ സാധിക്കുന്നത്. ഒരു കാര്യം, ഈ നന്മതിന്മകളുടെ വൃക്ഷം തോറ എന്ന് പറഞ്ഞില്ല, അപ്പൊ ജീവന്റെ വൃക്ഷത്തിന് അങ്ങനെ ഒരു വ്യാഖ്യാനം തരാൻ പറ്റുമോ? ജീവന്റെ വൃക്ഷമാണ് മിശിഹായുടെ സ്ലീവ, ഈശോ മിശിഹായിലുള്ള രക്ഷാര ചരിത്രം. ജീവന്റെ വൃക്ഷം, അതുകൊണ്ടാണ് നന്മതിന്മയുടെ വൃക്ഷത്തിൽ നിന്നും ഭക്ഷിച്ച് പാപം ചെയ്ത മനുഷ്യന് ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ നിത്യനായി മാറും. ജീവന്റെ വൃക്ഷം നിത്യത നൽകുന്നതാണ്. പക്ഷെ പാപത്തിന്റെ അവസ്ഥയിൽ അവൻ നിത്യനാകാതിരിക്കാൻ വേണ്ടി അത് ഭക്ഷിക്കാൻ സമ്മതിച്ചില്ല. എന്ത് ചെയ്തു? രക്ഷാര പദ്ധതി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് അവനെ ഭക്ഷിക്കാൻ യോഗ്യനാക്കി. അത് ഈശോ മിശിഹായിലൂടെ നൽകിയ ജീവന്റെ വൃക്ഷമാണ്. അതുകൊണ്ട് ജീവന്റെ വൃക്ഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കൊടുക്കാൻ പറ്റുന്നത് ഈശോ മിശിഹായാണ്, മിശിഹായുടെ സ്ലീവായാണ്, കുരിശിലൂടെയുള്ള രക്ഷയാണ്, രക്ഷാര ചരിത്രമാണ്. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. ഒരു 3 ചോദ്യമുണ്ട്. നമ്മുടെ യൂതന്മാരും നമ്മുടെ മോശ തന്നെയാണോ ബൈബിളിന്റെ, അതായത് പഞ്ചഗ്രന്ഥിയുടെ രചയിതാവ് എന്ന് വിശ്വസിക്കുന്നത്? യഹൂദ പാരമ്പര്യത്തിൽ ഞാനിപ്പം പറഞ്ഞില്ലേ, ട്രഡീഷൻ അനുസരിച്ച് അവരും ക്രൈസ്തവ സഭയൊക്കെ മോശയുടെ ഗ്രന്ഥം എന്നാണ് പറയുന്നത്. കാരണം മോശയിലൂടെയാണ് നിയമം നൽകപ്പെട്ടത്. എന്നാൽ മോശ എഴുതിയതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അതുകൊണ്ടാണ് ഒതന്റിക് ഓതർഷിപ്പ് ഈസ് ഗിവൻ ടു മോസസ്, റിട്ടൺ ഓതർഷിപ്പ് ഈസ് ഗിവൻ ടു ലേറ്റർ ട്രഡീഷൻ. പിൽക്കാലത്ത് രൂപപ്പെട്ടു വന്നതാണെന്നുള്ളതാണ്. അത് വ്യത്യസ്തമായ അതിന്റെ പല കാലഘട്ടം ഒരു രൂപീകരണ പ്രക്രിയയിലൂടെ വന്നിട്ട് ഫൈനൽ രൂപീകരണം 5-ാം നൂറ്റാണ്ടിൽ നിന്നുള്ളതാണ്. യഹൂദ വിശ്വാസത്തിലും സയന്റിഫിക് ആയിട്ട് പഠിക്കുമ്പോൾ അവർ പറയുന്നത് ഇറ്റ് ഈസ് പിൽക്കാലത്ത് എഴുതപ്പെട്ടതാണ്, രൂപപ്പെട്ടതാണ്. എന്നാലും ആധികാരികമായിട്ട് മോശയുടെ ഗ്രന്ഥം എന്നാണ് യഹൂദ പാരമ്പര്യത്തിലും യഹൂദ വിശ്വാസത്തിലും പറയുന്നത്. കൃത്യമായിട്ട് ആരെ എഴുതിയെന്നുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടില്ലല്ലേ? ആരെ എഴുതിയെന്ന് നമുക്ക് കൃത്യമായിട്ട് ഒരു വ്യക്തിയിലേക്ക് രൂപപ്പെടുത്താൻ പറ്റുന്നില്ല. കാരണം ഇത് വിവിധ കാലഘട്ടങ്ങളിലായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് തന്നെ അറിയാം, ബാബിലോൺ അടിമത്തത്തിന് മുമ്പ് രാജാക്കന്മാരുടെ പുസ്തകം 2-ാം പുസ്തകം 22-ാം അധ്യായത്തില് ദൈവാലയത്തിൽ നിന്ന് ഒരു നിയമസംഹിത കണ്ടെടുക്കുന്ന കാര്യം പറയുന്നുണ്ട്. അപ്പൊ എഴുതപ്പെട്ട നിയമസംഹിത അതിന് ബാബിലോൺ അടിമത്തത്തിന് മുമ്പ് ഉണ്ടായിരുന്നു. അതേ മുഴുവൻ നിയമമായിരുന്നു, കുറച്ച് നിയമങ്ങളൊക്കെ പിന്നെ പല പാരമ്പര്യത്തിലും പല രീതിയിൽ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് ബാബിലോണിന് അടിമത്തം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എസ്രാ നെഹമ്യയുടെ കാലഘട്ടത്തിൽ, എസ്രാ നെഹമ്യയാണ് ബാബിലോണിന് അടിമത്തത്തിൽ തിരിച്ചു വരുന്ന കാലഘട്ടത്തിൽ വേണ്ട നേതൃത്വം നൽകുന്നത്. ആ കാലഘട്ടത്തില് പല യഹൂദ റബിമാര് പണ്ഡിതന്മാരോ കൂടി തയ്യാറാക്കിയതാണ് ഈ തോറ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തിയിലേക്ക് എസ്രാ നെഹമ്യയുടെ പുസ്തകത്തിലാണ് നമുക്ക് അതിനെ തോറ വായിക്കുന്ന കാര്യമൊക്കെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ രൂപപ്പെട്ടതാണ്. അതുകൊണ്ട് അതിന്റെ ഗ്രന്ഥകർത്താക്കന്മാരെ പൊതുവിൽ പറയുന്ന ഡ്യൂട്രോണമിസ്റ്റിക് ഹിസ്റ്റോറിയൻസ് എന്നാണ്. ഡ്യൂട്രോണമിസ്റ്റിക് ഹിസ്റ്റോറിയൻസ് ആണ് ഇതിന്റെ ക്രമീകരണം, ഫൈനൽ രൂപീകരണം നടത്തിയതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തിയിലേക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല തോറ ആരെഴുതിയതാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രക്ഷകനെ കുറിച്ചുള്ള വാഗ്ദാനം അത് നമ്മൾ ആദം മുതൽക്കേ ഉണ്ടല്ലോ. ആദത്തിന്റെ അവയുടെ പാപത്തിന് ശേഷം ദൈവം സ്ത്രീയെ സർപ്പത്തിനോട് പറയുന്നുണ്ടല്ലോ, നീയും നിന്റെ മകനും അവന്റെ തല തകർക്കും എന്നൊക്കെ പറയുമ്പോൾ ആദ്യം മുതൽക്കേ രക്ഷകനെ കുറിച്ച്, ഈശോയെ കുറിച്ചുള്ള വാഗ്ദാനം അല്ലേ അവിടെ കൊടുക്കുന്നത്? അപ്പൊ രക്ഷകനെ കുറിച്ചുള്ള ആ പ്രതീക്ഷയുടെ വാഗ്ദാനം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് കിട്ടുന്ന എവിടുന്ന? ഇസ്രായേൽ ജനതയ്ക്ക് ലഭിച്ച ദൈവിക വെളിപാടിലൂടെയല്ലേ? അപ്പൊ ഇസ്രായേൽ ജനതയിലൂടെ ലഭിച്ച ദൈവം. അപ്പൊ ഇസ്രായേൽ ജനതയുടെ വിശ്വാസമാണ് മനുഷ്യകുലം ഇങ്ങനെ ആരംഭിച്ചപ്പോൾ പാപത്തിൽ വീണുപോയെന്നും ആ വീണ അവസരത്തിൽ തന്നെ രക്ഷകനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അല്ല ഇസ്രായേലിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളത് കാണുന്നത് അല്ലേ? ഈ ഇസ്രായേലിന്റെ വിശ്വാസം. അപ്പം ഇസ്രായേൽ ജനതയിലൂടെയാണ് അതും വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്നത്. ആ വെളിപാട് എന്താണ്? മനുഷ്യകുലത്തിന്റെ ആരംഭത്തിൽ മനുഷ്യൻ എപ്പോൾ പാവത്തിൽ വീണോ ആ പാവത്തിൽ വീണ അവസരത്തിൽ തന്നെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, രക്ഷാകര പദ്ധതിയുണ്ട്. ആ ഒരു സന്ദേശമാണ് ഈ വിശുദ്ധ ഗ്രന്ഥകർത്താവ് പറയുന്നത്. ഈ വിശുദ്ധ ഗ്രന്ഥകർത്താവ് ഈ സന്ദേശം നമുക്ക് പറഞ്ഞു തരുന്ന എപ്പോഴാണ്? ആ ഗ്രന്ഥം രൂപീകരിക്കപ്പെടുന്ന അവസരത്തിലാണ്. അത് എപ്പോഴാണ്? ഈ ബാബിലോൺ അടിമത്തമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് ഈ അടിമത്തത്തിൽ നിന്ന് വിമോചനത്തിന് രക്ഷയും തരുന്ന കാര്യം പണ്ടേ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് എന്ന് ജനത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പാവം വിശുദ്ധ ഗ്രന്ഥകർത്താവ് പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്: പാപത്തിൽ വീണ നിമിഷം തന്നെ രക്ഷ പദ്ധതിയുണ്ട്.
ആ ഒരു സന്ദേശം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത്. അതുകൊണ്ട് രക്ഷാപദ്ധതി പാപത്തിന്റെ വീണ അവസരത്തിൽ തന്നെ ഉള്ളതാണ് എന്ന സന്ദേശമാണ് വിശുദ്ധ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. എപ്പോൾ വീഴ്ചയുണ്ടായോ അപ്പോൾ തന്നെ ദൈവത്തിന്റെ പദ്ധതി, ആ ദൈവ പദ്ധതിയിൽ തെറ്റിന് ശിക്ഷയുണ്ടെന്നും ശിക്ഷ നശിപ്പിക്കാൻ വേണ്ടിയല്ല, ശിക്ഷ നൽകിയിട്ടും ശിക്ഷണത്തിലൂടെ ദൈവം മനുഷ്യകുലത്തെ മുന്നോട്ട് നയിക്കും. ആ മുന്നോട്ട് നയിക്കും എന്നുള്ള പ്രത്യാശ നൽകുകയാണ് ഈ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-16 തിന്മയെ തകർക്കുന്ന, തിന്മയുടെ ശത്രുവിനെ തല തകർക്കുന്ന രക്ഷകൻ വരുമെന്ന വാഗ്ദാനം നൽകുന്നതിലൂടെ. അത് ഇസ്രായേലിന്റെ വിശ്വാസമാണ്. ഇസ്രായേലിന് ലഭിച്ച ദൈവിക വെളിപാടിന്റെ വെളിച്ചത്തിൽ ഉള്ള വിശ്വാസമാണ് എന്ത് മനുഷ്യകുലത്തിന്റെ ആരംഭത്തിൽ എപ്പോൾ വീഴ്ച പറ്റിയപ്പോൾ തന്നെ ദൈവം അവരുടെ വീഴ്ചയിൽ ഇടപെടുന്നു, തെറ്റിന് ശിക്ഷ കൊടുക്കുന്നു, എന്നാൽ അവനെ രക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് ദൈവം ആരാണെന്നാണ് നമുക്ക് വിശുദ്ധ ബൈബിൾ പറഞ്ഞു തരുന്നത്. ദൈവ മനുഷ്യ ബന്ധം എന്താണെന്നാണ് വിശുദ്ധ ബൈബിൾ പറഞ്ഞു തരുന്നത്. ആ ഒരു രീതിയിൽ നമുക്ക് ഈ സംഭവത്തെ കാണാനായിട്ട് സാധിക്കും. ദൈവം ആരാണ്? പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച മനുഷ്യനാണ്. സൃഷ്ടി ക്രമേണ അതിന്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവന്ന ആളാണ്. സൃഷ്ടിയുടെ മകുടമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചതാണ്. മനുഷ്യനെ മക്കളുടെ സ്ഥാനത്ത് സൃഷ്ടിച്ചതാണ്. എന്നാൽ പാപം ചെയ്ത് മനുഷ്യൻ അകന്നു പോയപ്പോൾ അവനെ വീണ്ടെടുത്ത് അവനെ മുന്നോട്ട് നയിക്കുന്നവനാണ്. പാപത്തിൽ നിന്നും വീണ്ടെടുത്ത് രക്ഷിക്കുന്നവരാണ്. അവനെ നിത്യമായ നാശത്തിലേക്ക് പോകാതെ നിത്യമായ രക്ഷയിലേക്ക് നയിക്കാൻ ഒരു പദ്ധതി ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ആണ് ഈ സന്ദേശം നൽകുവാൻ വേണ്ടിയിട്ടാണ് ബൈബിളിന്റെ ആദ്യത്തെ അധ്യായങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. ഇതോട് ചേർത്ത് ഒന്ന് ചോദിച്ചോട്ടെ അച്ഛാ, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതി അവളുടെ സന്തതിയോ എന്ന് പറഞ്ഞാൽ അത് മാതാവിനെ ഉദ്ദേശിക്കുന്ന ഒരു ഇതല്ലേ അവിടെ? അത് നമ്മുടെ പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മള് മറിയത്തിന്റെ, കാരണം മിശിഹായുടെ വരവ്, മിശിഹ വന്ന് മറിയത്തിലൂടെ മറിയത്തെ ആയിട്ട് വ്യാഖ്യാനിക്കാം. അതേസമയം ഇസ്രായേലിനെ ആയിട്ടും വ്യാഖ്യാനിക്കാം. ഇസ്രായേലിൽ നിന്ന് വരുന്ന മിശിഹായ ആയിട്ട് കണ്ടുകൊണ്ട് പുതിയ നിയമത്തിലും ക്രൈസ്തവ വിശ്വാസത്തിലും പരിശുദ്ധ അമ്മയുടെ സ്ഥാനത്ത്. കാരണം അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ ഈശോ പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ സ്ത്രീ എന്ന വാക്ക് ഉപയോഗിച്ചേക്കുന്നത്. അതുപോലെ തന്നെ കുരിശിൽ കിടക്കുമ്പോൾ സ്ത്രീ എന്ന്. അപ്പം പുതിയ നിയമത്തില് ഈ 2 പ്രാവശ്യം യോഹന്നാൻ ശ്ലീഹ 2 പ്രാവശ്യമേ മാതാവിനെ കുറിച്ച് പറയുന്നത്, 2 പ്രാവശ്യം സ്ത്രീ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അത് എന്താണ്? ഉൽപ്പത്തി പുസ്തകത്തിലെ ആ സ്ത്രീ അന്ന് പാപം ചെയ്തപ്പോൾ സ്ത്രീയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ രക്ഷയുടെ പദ്ധതിയിലും സ്ത്രീയുടെ സാന്നിധ്യം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. അതുകൊണ്ട് പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കുമ്പോൾ അത് പരിശുദ്ധ അമ്മയായിട്ട് വ്യാഖ്യാനിക്കാം, പരിശുദ്ധ കന്യാമറിയുമായിട്ട് വ്യാഖ്യാനിക്കാൻ ഒരു കുഴപ്പമില്ല. നോഹയുടെ ഒരു സംശയം അതായത് ഇസ്രായേൽ ഈശോയുടെ സമയത്ത് ഇസ്രായേൽ രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്നത് പൊളിറ്റിക്കൽ ആണെന്നാണല്ലോ പറയുന്നത്. പൊളിറ്റിക്കൽ രക്ഷകനായിട്ട്, അവരെ അടിമത്തത്തിൽ നിന്ന് മോചിക്കുന്ന ആളായിട്ട്. ഇപ്പോഴും അവരെങ്ങനെയാണ്? ഇപ്പോഴും അവരെ പാപത്തിൽ നിന്ന് മോചിക്കുന്ന ആളായിട്ടാണോ അതോ രാഷ്ട്രീയമായിട്ട് മോചിപ്പിക്കുന്ന ആളായിട്ടാണോ ഇപ്പൊ അവർ പ്രതീക്ഷിക്കുന്നത്? അതായത് ഒരു പൊളിറ്റിക്കൽ മിശിഹ വരുമെന്ന പ്രതീക്ഷ ഇസ്രായേലിനുണ്ടായിരുന്നു. അതൊരു പൊളിറ്റിക്കൽ മിശിഹ ആണെന്നുള്ള സങ്കല്പം പിൽക്കാലത്ത് വന്നു. കാരണം അവർ അടിമത്തത്തിൽ 557 അടിമത്തത്തിൽ പോയി. പിന്നെ എപ്പോഴും അവര് മറ്റു രാജ്യങ്ങളിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ മിശിഹായെ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ മിശിഹായെ പ്രതീക്ഷിക്കുന്ന ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ അവരുടെ ദൈവശാസ്ത്രന്മാരുടെ ഇടയിൽ ഒരു ഗ്രൂപ്പ് പറയുന്നത് ഇനി ദർ ഇസ് നോ നീഡ് ഓഫ് എ പേഴ്സണൽ മെസ്സിഹ എന്ന് പറഞ്ഞത്. ഒരു വ്യക്തി വരണമെന്നില്ല. അവരിപ്പോൾ പുനഃസ്ഥാപിക്കപ്പെട്ടു. 1947 ഇസ്രായേൽ രാജ്യമായി രൂപപ്പെട്ടു. അതുകൊണ്ട് മെസ്സിയാനിക് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവസ്ഥയാണ് എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തിയെ പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് ഇപ്പം അവരുടെ ചിന്തകൾ മാറിയിട്ടുണ്ട്. ഇസ്രായേൽ സ്ഥാപിക്കപ്പെട്ടത് തന്നെ മെസ്സിയാനിക് ഏജ് ആണ് എന്ന് വിശ്വസിക്കുന്ന യഹൂദന്മാരുണ്ട്. പിന്നെ യഹൂദന്മാരില് ഈശോയ്ക്ക് ശേഷമാണെങ്കിലും നമ്മൾ ചരിത്രം പഠിച്ചത് ഒരു 10 പേരെ എങ്കിലും മെസ്സിഹ ആണെന്ന് പറഞ്ഞവർ കുട്ടി കണ്ട് വന്നിട്ടുണ്ട്. യഹൂദ ചരിത്രത്തിൽ പഠിക്കുക കാണാം. AD 70 ഒരു ബർഹോക്കിനെ കൊണ്ടുവരുന്നു. അങ്ങനെ പല കാലഘട്ടങ്ങളിലും മിശിഹായാണ്, പഴയ നിയമത്തിൽ പറഞ്ഞ മിശിഹ ആണെന്ന് പറഞ്ഞവര് പല വ്യക്തികളെയും കൊണ്ടുവന്നു. പക്ഷെ അവരാരും പഴയ നിയമത്തിൽ എഴുതപ്പെട്ടിരുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല. അതുകൊണ്ട് അതെല്ലാം പരാജയപ്പെടുക ചെയ്തത്. ആ മിശിഹ സങ്കല്പങ്ങളെല്ലാം പരാജയപ്പെടുക ചെയ്തത്. ഇന്ന് അതുകൊണ്ട് അവരുടെ ഇടയിൽ ഒരു വ്യക്തി മെസ്സിഹായേക്കാൾ അധികമായിട്ട് ഇസ്രായേലിന്റെ പുനഃസ്ഥാപനം നടന്നതോടുകൂടി മെസ്സിയാനിക് ഏജിലായി എന്ന് വിശ്വസിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന തിയോളജൻസിനെയാണ് കൂടുതൽ കാണുന്നത്. എങ്കിലും ചില ഗ്രൂപ്പുകൾ ഇനിയും പേഴ്സണൽ മെസ്സിഹ വരുമെന്ന പ്രതീക്ഷയിൽ കഴിയുന്ന യഹൂദന്മാരുണ്ട്. അത് അവർ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന പൊളിറ്റിക്കൽ മെസ്സിഹയുടെ തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ ഇസ്രായേൽ രാജ്യം പുനഃസ്ഥാപിക്കപ്പെട്ടതോടുകൂടി മെസ്സിയാനിക് ഏജിലായി എന്ന് അവർ പറയുന്നത്. അതൊരു പൊളിറ്റിക്കൽ ലെവലിൽ തന്നെയാണ് അവർ കാണുന്നത്. അതൊരു
തിയോളജിക്കൽ മെസ്സിഹായിൽ അവര് കാണുന്നില്ല. രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നതേ രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നത് സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അല്ലാതെ ക്ലിയർ ആയിട്ട് ബൈബിളിൽ ഏത് ഭാഗത്താണ് രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നതായിട്ട് രക്ഷകനെ വാഗ്ദാനം ചെയ്ത് നമ്മൾ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ പ്രവചനങ്ങളിൽ മുഴുവൻ വരാനിരിക്കുന്ന മിശിഹായെ കുറിച്ചുള്ള പ്രശ്നമുണ്ടല്ലോ. ജസ്സയുടെ കുറ്റിയിൽ ഒരു മുള കിളിർത്തു വരും എന്ന് പറഞ്ഞൊരു രക്ഷകൻ വരുന്ന കാര്യം ഏശയ്യാ 11:1 പറയുന്നുണ്ട്. ഏശയ്യായ്ക്ക് വളരെ പ്രോവസികൾ പലതുണ്ട്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് പ്രവാചകന്മാരിലൂടെ അത് പല പ്രാവശ്യം പറഞ്ഞുണ്ട്. മിക്കാരുടെ പ്രവചനത്തിലുണ്ട്. അങ്ങനെ പ്രവാചകന്മാരിലൂടെ പറയുന്നുണ്ട്. കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും എന്ന് പറയുന്ന കാര്യം അതും മെസ്സിയാനിക് പ്രോഫസി ആണെന്ന് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുക. അപ്പം അന്ന് കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുക ഇമ്മാനുവേൽ നിന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞ ഒരു പ്രവചനം അത് മിശിഹായെ കുറിച്ചാണ് എന്ന് നമുക്ക് സ്ഥിരീകരിച്ചു തരുന്ന ആരാണ്? പുതിയ നിയമത്തിൽ മത്തായി ശ്ലീഹായുടെ സുവിശേഷം അത് സ്ഥിരീകരിക്കുക. അങ്ങനെ പഴയ നിയമത്തിൽ പല പ്രവചനങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ ഈശോയിൽ പൂർത്തിയായത്. താങ്ക് യു ഫാദർ. ഓക്കെ. അച്ഛാ, ഞാൻ ചോദിക്കാതിരുന്ന ചോദ്യം, നോഹ കാലത്ത് ജലപ്രളയം ഉണ്ടായി, മറ്റു മനുഷ്യരും ജീവജാലങ്ങളും എല്ലാം തുടങ്ങി. അപ്പം നോഹയ്ക്ക് ശേഷം നോഹ മക്കളാണ് നമ്മളെല്ലാവരും. അപ്പൊ അവര് വിവിധ ഭാഷ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ നോഹയുടെ കാലം വരെ ആദ്യം മുതൽക്ക് ആ ചരിത്രം ഏത് ഭാഷയാണ്? അറമേയ ഭാഷയാണോ? ചരിത്രം ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ 4 സംഭവങ്ങൾ പറയുന്ന ചരിത്രപരമായ വിവരണത്തിന് വേണ്ടിയല്ല. മനുഷ്യകുലത്തിന്റെ ചരിത്രത്തിൽ പാപം വർദ്ധിക്കുമ്പോൾ ദൈവം ഇടപെടുമെന്നും തെറ്റിന് ശിക്ഷയുണ്ടെന്നും നന്മയെ പരിരക്ഷിക്കുമെന്നും തിന്മയെ ഇല്ലെന്നാക്കുമെന്ന ദൈവശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതാണ് ഈ വെള്ളപ്പൊക്കത്തിന്റെ കഥ. ഷാക്കാന്റെ ജീവിതാനുഭവത്തിൽ ധാരാളം വെള്ളപ്പൊക്ക അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ തിന്മ പെരുകിയപ്പോൾ ദൈവം ഇടപെട്ട് ശിക്ഷിക്കുന്നു എന്ന കാര്യം അവതരിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൊരു കഥാ അവതരണമാണ്, ഒരു ലിറ്റററി യൂസ് ആണ് വെള്ളപ്പൊക്കം. അല്ലാതെ ചരിത്രത്തിന്റെ ഒരു റിപ്പോർട്ടിംഗ് അല്ല. ചരിത്രത്തിൽ ധാരാളം വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വെള്ളപ്പൊക്കങ്ങൾക്ക് ദൈവിക ശിക്ഷയാണെന്ന് വിശ്വസിച്ചിരുന്ന ജനമായിരുന്നു ഇസ്രായേൽ ജനവും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജനം. ഇതുപോലെ തന്നെ ബാബിലോണിയൻ ലിറ്ററേച്ചറിലും വെള്ളപ്പൊക്കത്തിന്റെ കഥകൾ പറയുന്നുണ്ട്. വെള്ളപ്പൊക്കം ഉണ്ടാകും. അപ്പം വെള്ളപ്പൊക്കത്തിന്റെ കഥ പറയുന്നത് അതൊരു ദൈവശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ചരിത്രപരമായിട്ടുള്ള വിവരണത്തിന് വേണ്ടിയിട്ടല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു, വെള്ളപ്പൊക്കത്തിന്റെ കഥ പറയുമ്പോൾ 2 പാരമ്പര്യത്തിൽ 2 കഥകൾ നിലനിന്നിരുന്നു. ഒന്ന് പെട്ടകത്തിൽ 2 ജോഡികളെ കയറ്റി എന്ന് പറയുന്ന കാര്യം, മറ്റൊന്ന് 7 ജോഡികളെ കയറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 ആണോ 7 ആണോ എന്നുള്ളതല്ല പ്രശ്നം. അവിടെ പഠിപ്പിക്കുന്നത് എന്താണ്? 6-ാം അധ്യായം തുടക്കത്തിൽ പറയും, മനുഷ്യൻ പെരുകി, അതനുസരിച്ച് പാപവും വർദ്ധിച്ചു. അങ്ങനെ തിന്മ പെരുകിയപ്പോൾ ദൈവമായ കർത്താവ് ഇടപെടുന്നു, തിന്മയെ ഇല്ലെന്നാക്കുന്നു, നന്മയെ പരീക്ഷിക്കും. അപ്പം ദൈവം ആരാണ്, ദൈവമനുഷ്യ ബന്ധം എന്താണ് എന്ന കാര്യം പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വിശുദ്ധ ഗ്രന്ഥകർത്താവ് ഉപയോഗിച്ചിട്ടുള്ള ഒരു അവതരണമാണ് ഈ വെള്ളപ്പൊക്കത്തിന്റെ കഥ. അതുകൊണ്ട് അതിനെ നമ്മളൊരു ചരിത്രപരമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഉത്തരം കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അതിൻ്റെ മുമ്പിലത്തെ ഭാഷ എന്താണ്, അന്നത്തെ ഭാഷ എന്താണെന്ന് ചോദിക്കാനായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അതൊരു ചരിത്രപരമായിട്ടുള്ള റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്നതല്ല. ഈ കാര്യം പഠിപ്പിക്കുന്ന എപ്പോഴാണ്? ഈ ഇസ്രായേൽ ഒരു ജനതയായിട്ട് രൂപപ്പെട്ട്, തോറായിൽ ലഭിച്ച് ഇസ്രായേൽ ഒരു ജനതയായിട്ട് രൂപപ്പെട്ട്, ആ ജനത രൂപപ്പെട്ട് വന്ന ആ പശ്ചാത്തലത്തിൽ നിന്നാണ് ഇവർ സംസാരിക്കുന്നത്. എന്തിനാണ്? ഈ അബ്രാഹത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലെ ദൈവമനുഷ്യ ബന്ധത്തെ അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, ദൈവം ആരാണെന്ന് പറയാൻ വേണ്ടിയിട്ട്, ദൈവമനുഷ്യ ബന്ധം എന്താണെന്ന് പറയാം. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ദൈവശാസ്ത്രപരമായ ലക്ഷ്യത്തോടുകൂടിയാണ് ആ വിവരണം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അതിനൊരു ഹിസ്റ്റോറിക്കൽ പദവേദനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ 8 മണിയാകുന്നു. ഇനിയും എന്തെങ്കിലും, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഞാനൊരു 9.5 വർഷം പോയി ഇസ്രായേലിൽ ജീവിച്ചിട്ട് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റുന്ന ബൈബിളിനെ കുറിച്ച് വളരെ കുറച്ച് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഇത് വളരെ വലിയൊരു സമുദ്രത്തിൽ നിന്നും ചെറിയ ഏതാനും തുള്ളികൾക്ക്, അതുകൊണ്ട് ബൈബിൾ പഠിക്കേണ്ട ഒരു വിഷയമാണെന്ന്, അത് വ്യത്യസ്തമായി ഇൻട്രൊഡക്ഷൻ ടു ബൈബിളിന്റെ ക്ലാസ് നിങ്ങൾക്ക് പിന്നീട് വരും. ഇന്ന് ഈ പഞ്ചഗ്രന്ഥത്തെ ചേർത്താ പറഞ്ഞത്. അതുകൊണ്ട് അത് പഠിക്കേണ്ടതാണ് എന്നൊരു ചിന്ത നിങ്ങൾക്ക് തരിക മാത്രമാണ് ഈ ക്ലാസിന്റെ ഉദ്ദേശം. എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ സമഗ്രമായിട്ട് ബൈബിളിനകത്ത് അവതരിപ്പിക്കാനും ഉൽപ്പത്തി പുസ്തകത്തെ
അത്യാവശ്യം ഒന്ന് അവതരിപ്പിക്കാനും സാധിച്ചു. ഇനിയും വായിക്കുക, പഠിക്കുക. ബൈബിൾ പഠിക്കാനുള്ള ഏറ്റവും പ്രധാന മാർഗം എന്താണെന്ന് വെച്ചാൽ ബൈബിൾ വായിക്കുക എന്ന് തന്നെയാണ്. പല ആവർത്തി ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ധാരാളം ചോദ്യങ്ങൾ മനസ്സിലേക്ക് വരും. അപ്പോൾ അത് ചോദിക്കുക, ഉത്തരം ലഭിക്കുന്നതാണ്. അങ്ങനെ ചോദ്യോത്തരത്തിലൂടെ പഠനം നടത്തി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു കോഴ്സ് തുടങ്ങുകയാണ്. നല്ല ഒരു പഠനം ആശംസിക്കുന്നു. ബൈബിൾ മാത്രമല്ല, ലിറ്ററേച്ചർ ആണെങ്കിലും സഭ ദൈവശാസ്ത്രം എല്ലാം നല്ല രീതിയിൽ പഠിക്കാനുള്ള ഒരു പഠനം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. സ്നേഹമുള്ളവരെ, അച്ഛന് ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊള്ളുകയാണ്. അച്ഛൻ പറഞ്ഞതുപോലെ അച്ഛൻ ഇസ്രായേലിലെ 9 വർഷം ബൈബിളിനെ കുറിച്ച് പഠിച്ച് വളരെ ആധികാരികമായിട്ട് നമ്മളോട് സംസാരിക്കുന്ന ആളാണ്. അച്ഛനെ ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടുവെന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ വിശുദ്ധ നാടിനൊക്കെ പോകുമ്പോൾ അവിടെ ചെന്ന് നമ്മുടെ ആൾക്കാർക്ക് ഗൈഡ് ആയിട്ട് നിൽക്കുന്ന വലിയ ഒരു ഉത്തരവാദിത്വം അച്ഛൻ പലപ്പോഴും ചെയ്യാറുണ്ട്. അതിനുള്ള ലൈസൻസ് അച്ഛനെ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിശുദ്ധനാട് പോകുന്നവർക്കൊക്കെ അച്ഛനെ വളരെ പരിചിതനാണ്. ഇന്ന് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി പ്രത്യേകിച്ച് നമ്മൾ ഈ തിയോളജി കോഴ്സിന് ആരംഭിച്ചപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്ലാസ് അച്ഛൻ നമുക്ക് എടുത്തു തന്നു. അച്ഛന് എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് പോലെ തന്നെ ഇനി അടുത്ത ക്ലാസ് അടുത്ത സെക്കൻഡ് സാറ്റർഡേ ആയിരിക്കും. അത് മാർച്ച് മാസത്തിലെ സെക്കൻഡ് സാറ്റർഡേ. ക്ലാസ്സുകളുടെ ക്രമീകരണത്തെ കുറിച്ച് ഒരിക്കൽ കൂടി പറയാം. ബൈബിള് വിഷയങ്ങൾ നമുക്ക് 6 എണ്ണം ഉണ്ടാകും. അതുപോലെ തന്നെ സഭാപിതാക്കന്മാര് 6 എണ്ണം ഉണ്ടാകും. ലിറ്റർജി 6 എണ്ണം ഉണ്ടാകും. അപ്രകാരം 18 ക്ലാസ്സുകളാണ് പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ വരുന്നത് സുറിയാനി ഭാഷയുടെ ഒരു ക്ലാസ്സുമാണ്. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വളരെ ആഴമേറിയ ബൈബിൾ സഭാപിതാക്കന്മാരെ ലിറ്റർജി ക്ലാസ്സുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അറിയിച്ചു കൊള്ളാം. അപ്പോൾ ഒരിക്കൽ കൂടി സെബാസ്റ്റ്യൻ കുറ്റ്യാനിക്കൽ അച്ഛന് ഇന്നത്തെ ക്ലാസ്സിൽ കൂടി എല്ലാവരുടെയും അതുപോലെ തന്നെ ദേറായുടെയും ബേത്തപ്രയ നസ്രാണി ദേറായുടെയും പേരിലുള്ള സ്നേഹപൂർവ്വ നന്ദി ഏറ്റവും സ്നേഹപൂർവ്വം അർപ്പിച്ചുകൊള്ളും. താങ്ക് യു. താങ്ക് യു. താങ്ക് യു അച്ഛാ. ശരിയായിരിക്കട്ടെ. ശരിയായിരിക്കട്ടെ.